നേരിട്ട് വിവരശേഖരണത്തിനായുള്ള കൂടിച്ചേരലാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉക്രൈനിൽ നിന്ന് 3000-ലധികം മലയാളി വിദ്യാർത്ഥികളാണ് മടങ്ങിയെത്തിയിട്ടുള്ളത്. ഉക്രൈനിലെ 42-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ കോഴ്സുകളിലായി പഠിച്ചുകൊണ്ടിരുന്നവരാണ് ഇവർ. ഇവിടെ ഈ പരിപാടിയിൽ പങ്കുചേരുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒപ്പം ഓൺലൈനിലായി ഈ പരിപാടിയിൽ പങ്കുചേരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി നോർക്ക റൂട്ട് CEO ശ്രീ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി അവർകളെ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. തികച്ചും അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ മുഖാമുഖം നേരിട്ട വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഉക്രൈനിൽ നിന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളുമായുള്ള ഈ സംവാദത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പ്രായോഗികമായും ക്രിയാത്മകമായും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഏകദേശം 2223 പേരാണ് ഓൺലൈനായും അതോടൊപ്പം നേരിട്ടും ഈ പരിപാടിയിലൂടെ പങ്കെടുക്കുന്നത്. ഔപചാരികതയുടെ പേരിൽ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിനായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാനും കേരള നിയമസഭയുടെ മുൻ സ്പീക്കറുമായിരുന്ന ബഹുമാനപ്പെട്ട പി ശ്രീരാമകൃഷ്ണൻ അവറുകളെ ഈ മീറ്റിങ്ങിലേക്ക് ഔപചാരികതയുടെ പേരിൽ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയും അതോടൊപ്പം ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയുമായ ശ്രീ സുമൻ പിള്ള IAS അവറുകളെ ഈ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എൻ്റെ സഹപ്രവർത്തകനും നോർക്ക റൂട്ട്സിൻ്റെ GMമായ ശ്രീ അജിത് കോളാശ്ശേരിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിന്നും നമ്മുടെ ഈ സംവാദത്തിലേക്ക് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ സംവാദത്തിന് ഇവിടെ നേരിട്ടും അതോടൊപ്പം ഓൺലൈനുമായും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായി നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാനും മുൻ കേരള നിയമസഭാ സ്പീക്കറുമായ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. വേദിയിലുള്ള ബഹുമാനായ നോർക്കയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സുമൻ പിള്ള, നോർക്ക റൂട്ട്സിൻ്റെ CEO ശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി, GM ശ്രീ അജിത്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അപ്രതീക്ഷിതമായ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവൻ കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട് ഓടി വരേണ്ടി വരുന്ന ഒരു ഗതികേടിൽ പെട്ടുപോയ ഒരു സമൂഹമാണ് നമ്മളെല്ലാവരും. യഥാർത്ഥത്തിൽ യുദ്ധഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത
ആരുടെയും പ്രതീക്ഷകളോട് യോജിപ്പ് പുലർത്താത്ത അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഒരുപക്ഷെ ആഴ്ചകളോളം പണ്ട് ബൊളീവിയൻ ഡയറി എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ വായിച്ചതുപോലെ സോക്സ് പിഴിഞ്ഞ് കുടിക്കേണ്ടി വരുന്ന വിപ്ലവകാരികളുടെ ഗതികേടിനെക്കുറിച്ച് ബൊളീവിയൻ ഡയറിയിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അത്രത്തോളം ഇല്ലെങ്കിലും ദുരിതത്തിൻ്റെ കാണാക്കയങ്ങളിൽ മുങ്ങിത്തപ്പി ജീവൻ തന്നെ നിലനിർത്താൻ സാധിക്കുമോ എന്നറിയാതെ വേദനിച്ചും വിഷമിച്ചും ലഭ്യമായ 1-2 മൊബൈൽ ഫോണുകളിൽ നിന്ന് വിവരങ്ങൾ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ അനുഭവങ്ങളെന്ന് ഞാൻ അങ്ങോട്ട് പറയേണ്ടതില്ല. ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് സത്യത്തിൽ സർക്കാരിനും ഒരു സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഏജൻസികൾക്ക് തന്നെ വേണ്ടത്ര ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം മുന്നനുഭവങ്ങളുണ്ടായിരുന്നില്ല. നോർക്ക പ്രവാസി മലയാളികളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ഏജൻസിയാണ്. പ്രവാസത്തിൻ്റെ ഡെഫിനിഷനിൽ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട് വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ വരുന്നുമില്ല. ഇവിടെ നിന്ന് പോയ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും നോർക്കയിൽ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നെങ്കിലും രജിസ്റ്റർ ചെയ്തില്ല. ആകെ 152 വിദ്യാർത്ഥികളായിരുന്നു വിദേശ പഠനത്തിന് പോകുമ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് കൃത്യമായ രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിവരങ്ങളില്ല. എവിടെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കുടുങ്ങിക്കിടക്കുന്നത് കൃത്യമായ ധാരണകളില്ല. അങ്ങനെ ഇരുട്ടിൽ തപ്പുന്നൊരു സാഹചര്യത്തിലായിരുന്നു ഈ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടേണ്ടി വന്നത്. പക്ഷെ നമ്മൾ ഇരുട്ടിൽ തപ്പുകയാണെന്ന് ഒരിക്കലും വിദ്യാർത്ഥികളോട് പറഞ്ഞില്ല. വിവിധ ക്യാമ്പസുകളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിക്കുകയും അതുവഴി ലഭ്യമാകുന്ന വിവരങ്ങൾ എംബസി കൈമാറുകയും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സഹായം തേടുകയും നിരന്തരമായിട്ട് കൂടെയുണ്ട് എന്ന തോന്നലുണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് നോർക്ക ഉദ്യോഗസ്ഥരുടെ നേതൃത്വം ചെയ്തത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും തൃപ്തികരമായ നിലയിൽ എല്ലാ സേവനങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷെ ഉള്ള സാധ്യത വെച്ചുകൊണ്ട് പരമാവധി വിദ്യാർത്ഥി ഗ്രൂപ്പുകളിൽ ഇടപെട്ട് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ സ്വീകരിച്ചത്. ആ വിവരശേഖരണത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് MEAയും എംബസിയും എന്താണോ അവർ ചെയ്തത് അത്രയെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിച്ചത്. തുടർന്ന് വിദേശത്ത് വരുന്ന വിദ്യാർത്ഥികളെ സ്വന്തം നാടുകളിലെത്തിക്കേണ്ട ബാധ്യതയും സംസ്ഥാന ഗവൺമെൻറ്റിലൂടെ നോർക്കയിൽ വന്നു ചേർന്നു. അതും ഏറെക്കുറെ തൃപ്തികരമായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉക്രൈൻ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെ പ്രത്യേകമായിട്ട് അഭിസംബോധന ചെയ്യണമെന്നുള്ള നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉക്രൈൻ വാർ സെൻറ്റർ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ സർക്കാരിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പണം നീക്കിവെക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ ആത്യന്തികമായ പരിഹാരം ലക്ഷ്യം വെച്ചുകൊണ്ടൊരു യോഗമല്ല ഇത്. പക്ഷെ ഭാവിയിലെങ്കിലും വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദീപമായിട്ടുണ്ടാകേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവും മാനസികപരവും ആയിട്ടുള്ള പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ നമ്മൾ എങ്ങനെയാണെന്ന് കൂട്ടായി ആലോചിക്കാനും വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗാണ് നമ്മൾ ചെയ്യുന്നത്. അതിനല്പം താമസിച്ചത് കാര്യങ്ങളുടെ ഒരു കൃത്യമായ വിവരവും ധാരണയും ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കണം ഇങ്ങനെയൊരു മീറ്റിംഗ് എന്നുള്ളതുകൊണ്ടാണ്. ഈ മീറ്റിങ്ങിൽ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി നോർക്ക റൂട്ട്സിന് വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നോർക്കയ്ക്ക് വേണ്ടി ഈ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുള്ളത് CMD ആണ്, സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ CMDയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഗെറ്റ് ടുഗദറിൽ ഏതെല്ലാം തരത്തിലുള്ള പരാതികളും പരിഹാരങ്ങളുമാണ് വേണ്ടതെന്നതിനെ സംബന്ധിച്ച് നമുക്ക്
അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ സാധിക്കണം. ഇന്നലെ ഒരു ഗ്രീവൻസ് സെല്ല്, ഉക്രൈൻ ഗ്രീവൻസ് സെല്ല് CMDയിൽ നോർക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് 6 മാസക്കാലം പ്രവർത്തിക്കും. 6 മാസത്തിനകം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒന്നൊന്നായിട്ട് ഇടപെട്ട് ചെയ്യാൻ കഴിയാവുന്ന എല്ലാം ചെയ്യാൻ സാധിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ മാത്രം അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല എന്നുള്ളതുകൊണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതുകൊണ്ടും അവിടെ നിന്നുള്ള പിന്തുണയും ശക്തിയുള്ള സ്വാധീനവും നിർബന്ധമായിട്ടുണ്ടായാലേ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്നതുകൊണ്ടും അതും ഒരു അജണ്ടയായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ചില വിദ്യാർത്ഥികളെങ്കിലും കരുതുന്നുണ്ട്, ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ പഠനം തുടരാനുള്ള അനുവാദം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ് വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന സംശയം ഉന്നയിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുണ്ട്. എന്നാൽ അത്തരമൊരു ധാരണ അസ്ഥാനത്താണ്. NMCക്ക് കേരള ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന ഭാഷയിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ അഡോപ്റ്റ് ചെയ്യാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളും കത്തെഴുത്തും സംസാരവും നടന്നിട്ടുണ്ട്. അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് ഉറപ്പുവരാൻ ഇപ്പോൾ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും കേരളത്തിന്, ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള വിദേശ പഠനത്തെ സംബന്ധിച്ചുള്ള ആശങ്കകളെല്ലാം പരസ്പരം പങ്കുവയ്ക്കാനും പരിഹരിക്കാനും കഴിയാവുന്ന ഒരു ഗെറ്റ് ടുഗദറായിട്ട് ഗെറ്റ് ടുഗദർ മാറട്ടെ. ഉക്രൈൻ സെല്ലിൻ്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങളിൽ ഒന്നൊന്നായിട്ട് ഇഴവിരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയണം എന്ന പ്രതീക്ഷയോടുകൂടി ഇതൊരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സെഷനാണ്. പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി വിശദീകരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരമുണ്ടാവും. അങ്ങനെ ഇതിനെ ഏറ്റവും സാർത്ഥകമാക്കി തീർക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉക്രൈൻ വിദ്യാർത്ഥികളുടെ, മടങ്ങി വന്ന വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ എല്ലാ നിലയിലും സർക്കാരും നോർക്കയും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണത്തിനായി വ്യവസായവും നോർക്ക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സുമൻ ബില്ല IAS അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. Good afternoon to all of you. Honorable Vice Chairman of Norca Roots, Mr. Sri Ramakrishnan, Joint Director of Medical Education, Dr. Mercy, my colleague Hari Krishnan, who is the CEO of Norca Roots, Sri Ajit and friends. Today is perhaps the first time that we are all meeting together face to face. But please be assured that we have been following your progress and your welfare very closely over the past several months. As the Vice Chairman said, the situation in Ukraine was unexpected. It was very unfortunate. It put us through a lot of difficulty. But with God's grace, we've been able to get every single student from Kerala back home without any loss of life. And you may not know it, but the team at Norca has spent several sleepless nights worrying about your safety. And there's a lot of behind the scenes work that has happened, both at the state government's level and at the government of India. We've been constantly in touch with the government of India, we've been in touch with the embassy and the mission there. There have been several senior officers from the Ministry of External Affairs who have been sent into Ukraine without formally declaring them to be so that evacuation can be arranged. And a lot of back-end activity has actually happened to bring all of you back safely. And my team at Norca has done exceptional work. They have been always available to take calls. Wherever there has been distress, they have been trying to reach out to the concerned people in Delhi and in Ukraine, in Russia, in all the neighboring countries. So I think
it was an operation which ended well. And the test of it is that we have been able to get all of you back to Kerala safely. Now I think there is a even bigger task ahead of us, and that is to understand where we are now and how do we make the best out of a bad situation. We are in difficulty, but we need to see as to how we can surmount the problems that we have, and as to how we can take your careers forward from here on. This is the first meeting where we are meeting, but we've been having several meetings at the level of the Chief Secretary to understand what the issues are and what are the things that students need and what are the things that we need to do. As most of you know, in the Kerala state budget this year, a sum of 10 crores has been set aside to set up a special cell to look at the issues pertaining to Ukraine returnees. So that cell has been working, and the Honorable Chief Secretary has been chairing meetings in this regard to see as to what we can do. Now, from what we understand, I think largely there are three issues that we need to fix. The first is with the certificates which have been lost, which you have given them to universities in Ukraine, and which you have not been able to collect when you return. So we need to have a system to look at how to issue duplicate certificates or how we can get those certificates back from Ukraine. The second is how do you continue your education. Now this is something that we are in close touch with the Ministry of External Affairs. We are keeping track of what the universities in Ukraine are doing. Some of them, I understand, have already started online classes. Some of them haven't. So we need to look at what possible opportunities are there. Is there a possibility for you to continue your education in India, or is it a possibility for you to go out? We need to evaluate all our options before we take the next step. The third is that several students and even the parents require some psychological counseling because of the trauma that all of you have gone through. Now, there are several other issues also which we have flagged, and we are committed to clearing those. Please be assured that the government is very, very keen to ensure that all your problems are resolved. But however, you must also understand that there are a lot of limitations in what we can do, because it is not a matter that concerns only Kerala. The government of Kerala has full control over what happens within the state, but the universities which are outside of Kerala and in another country, not only the government of Kerala but also the government of India will have limitations in what it can do. There are issues like the syllabus being different from what you have been doing in Ukraine and what the Indian universities do. So we will need to see as to how to harmonize that and if there is any way out. And we will have to see as to how we will be able to put you onto the next track without losing too much of time. But the only thought I would like to leave with you is that even though there are limitations, please be assured that our full cooperation and our full support and our complete intent is to ensure that your future is as secure and as safe as it can be. And we will spare no effort in ensuring that all of you are taken care of. So, my colleague from the Joint Director Medical Education is here, and all of my other colleagues are here. The real purpose of this meeting is to really hear from you as to what is it that you have, what are the issues that you face, and to brainstorm and understand as to what can we do as a way forward to resolve these issues in the simplest and the quickest possible manner. So I thank you all for being here today, and I hope that this will be the first of several meetings. Maybe as we go forward, we will do it on online mode, but we will try and together arrive at solutions to the problems that we have now. I thank you all. Jai Hind. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതിനിധിയായി എത്തിച്ചേർന്ന ശ്രീമതി ഡോക്ടർ ബിൻസി മാമിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മാം പ്ലീസ്. മാന്യ സദസ്സിന് നമസ്കാരം.
യുക്രൈൻ റിട്ടേണേഴ്സായ സ്റ്റുഡൻസിൻ്റെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ കാര്യമായിട്ട് തന്നെ പരിഗണിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്യൂസും ഫർദറായിട്ടുള്ള ട്രെയിനിങ്ങിന് തീരുമാനം എടുക്കാനായിട്ട് നാഷണൽ മെഡിക്കൽ മിഷനിലോട്ട് DME ലെറ്റർ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ റിപ്ലൈ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫർദർ ട്രെയിനിങ്ങിന് വേണ്ട തീരുമാനങ്ങൾ അതിനുള്ള പെർമിഷൻ തരേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു 2 സ്റ്റേജിലുള്ള സ്റ്റുഡൻസാണ്. കുറച്ച് പേര് ഇടയ്ക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പകുതി വഴിയായവരുണ്ട്. കുറച്ച് പേര് കംപ്ലീറ്റ് ചെയ്തവരുടെ ഇൻറ്റേൺഷിപ്പ് അങ്ങനെയുള്ള ആ ലെവലിലുള്ള സ്റ്റുഡൻസും ഉണ്ട്. അപ്പം നിങ്ങളുടെ കാര്യം എന്തായാലും അനുഭാവപൂർവ്വം തന്നെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് ചെയ്യുന്നതാണ്. പിന്നെ എഡ്യൂക്കേഷൻ ഷുഡ് ബി എ പോസിറ്റീവ് എക്സ്പീരിയൻസ്, പ്ലസൻ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ എന്ത് വന്നാലും അത് നിങ്ങൾ പ്ലസൻ്റായിട്ട് അല്ലെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ തന്നെ കാണണം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു എൻഡ് ഉണ്ടായിരിക്കും, അത് പോസിറ്റീവായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ സൈഡിൽ നിന്നും എല്ലാ ഹെൽപ്പും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ അപ്സെറ്റ് ആവരുത്. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ പുറകിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു കംപ്ലീറ്റ് എൻഡ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിലെത്താൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കുന്നതാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു മാം. ഉക്രൈൻ പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ മുതൽ സർക്കാർ സ്വീകരിച്ച നടപടികളും മലയാളി വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ഇടപെടലുകളും തിരികെ എത്തിയ വിദ്യാർത്ഥികളുടെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ലഘു വിവരണമാണ് അടുത്തതായി. വിഷയ അവതരണത്തിനായി നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ശ്രീ അജിത് കൊലശ്ശേരി അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. So let us go through this presentation. Norca Roots interaction with returnee students from Ukraine. Next. At the initial phase of the conflict itself, our Principal Secretary addressed the Indian Ambassador Kyiv, Secretary West and Joint Secretary Eurasia for extending immediate support and assistance to all stranded Malayali students. At Norca, we started registration portal for collecting the details of all stranded Malayali students, and the repatriation requests received in portals, WhatsApp, email, call, etc. were handed over to the central government and the Indian Embassy at Ukraine on daily basis. All notification instructions we received from the Government of India and also from the Embassy of India, Kyiv, had been communicated to stranded students in a timely manner. And we started a helpline number in our call center, 1800-425-3939, that was made available to students. This is an international toll-free number. Next. Then Norca Roots started an Ukraine crisis management cell with 24/7 backup services from our call center. And Norca Roots created several WhatsApp groups for the students stranded in Ukraine, updated them, instilled confidence and tracked their journey from Ukraine to neighboring countries. With the help of Loka Kerala Sabha members, various Malayali diaspora organizations provided assistance, and we coordinated and provided assistance to students who had crossed the border into Moldova, Poland,
Romania, Slovakia. Food and accommodations were provided at Kerala House, Delhi and Mumbai for those who returned India through Operation Ganga. And for transferring students from Delhi to Cochin, we operated 16 chartered flights up to 12th March exclusively. Next. Students arrived in Delhi and Mumbai. Airports were given free air tickets to reach various airports in Kerala. Norca had set up special teams in all airports in Kerala to receive the students, and special bus services were provided from Cochin International Airport to Thiruvananthapuram and Kasaragod. Next. See, the ongoing Ukraine crisis poses a threat to the academic career of our students. So, just look at the objectives of this meeting. The objectives are to understand the concern of returning students regarding the further studies, to understand concern of returning students regarding outstanding education loans, to address other concerns such as loss of educational certificate. Next. Concern regarding continuing education. The difference in curricula followed by Asian countries and European countries is a hindrance for continuation of studies in Indian universities. Continuing studies in Ukraine and foreign universities also to be explored. Next. Concern regarding bank loan, outstanding bank loan and mounting interest. Concerns regarding other aspects, educational certificates, assessing or replacing the certificate and other necessary documents. And the mental health support. The students suffered trauma. Students may are facing mental health issues such as depression, anxiety, and post-trauma stress. So the parents of the students to require assistance. Thank you. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഇവിടെ ഓൺലൈനായും ഓഫ്ലൈനായും സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമാണ്. ഇതിലേക്കായി CMD അസോസിയേറ്റ് പ്രൊഫസർ ശ്രീ PG അനിൽ സാറിനെ മോഡറേറ്ററായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ചടങ്ങ് 5 മണി വരെയാണ് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട സമയം. പ്രിയപ്പെട്ടവരെ, നമുക്ക് 5 മണിക്ക് ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഇവിടെ ഈ ചടങ്ങിൽ സൂചിപ്പിച്ചു, യുക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ കാതലായ പരിഹാരം കാണുന്നതിനാവശ്യമായി എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് വളരെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട നോർക്ക റൂട്ട്സിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ ഒരു തുറന്ന വേദി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചർച്ച നമുക്ക് തുടങ്ങാം. ഓരോരുത്തരായിട്ട് നമുക്ക് സമയം വളരെ ചുരുക്കിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ പരമാവധി വിഷയങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. സമയപരിമിതി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കി ഒരാൾ ഉന്നയിക്കുന്ന വിഷയം അടുത്തയാൾ ഉന്നയിക്കാത്ത രീതിയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ദയവായി ശ്രമിക്കണം. നോർമലി നമ്മൾ ഒരു 3 മിനിറ്റാണ് ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം. പക്ഷേ വിവരണങ്ങളോ അല്ലെങ്കിൽ വിശദീകരണങ്ങളോ ഒഴിവാക്കി കണ്ടൻറ്റിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന വിധത്തിൽ വേണം നമ്മുടെ ചർച്ചകൾ മുമ്പോട്ട് പോകാൻ. നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തുന്നതനുസരിച്ച് നമ്മുടെ വോളണ്ടിയർമാർ ഈ ഹാളിൽ ഉണ്ട്, അവർ നിങ്ങൾക്ക് മൈക്ക് നൽകുന്നതാണ്. ഇപ്പോൾ തുടക്കത്തിൽ
ആദ്യമായി നമ്മൾ ഈ കേരള ഉക്രൈൻ റിട്ടേൺഡ് മെഡിക്കൽ സ്റ്റുഡൻസിനെ പ്രതിനിധീകരിച്ച് ഒരു സംഘം വിദ്യാർത്ഥികൾ കാർത്തിക് മാധവ്, അപർണ ആൻഡ് നീരജ് അവരെ ഒരു ചെറിയ പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. അവർ നമുക്ക് മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ ക്ഷണിക്കുന്നു. അവിടെ തന്നെ മൈക്ക് കൊടുത്താൽ കൊള്ളാമായിരുന്നു. ലിസൺ, മോഡറേറ്റർ ഇവിടെയാണ്. ബട്ട് അതർ കുട്ടികൾക്ക് മൈക്ക് അവിടെ തന്നെ കൊടുത്താണ്. സ്റ്റാൻഡ് ആൻഡ് ഡു ഇറ്റ്. Respected parents and my dear friends, good afternoon to one and all. Let me introduce ourselves. I am Karthik Madhav, 5th year medical student at Bukovinian State Medical University. I am Neeraj Bas. I am from Ternopil National Medical University and a second year student. I am Aparna Venugopal, 5th year medical student, Odisha National Medical University. അപ്പോൾ ഇവരുടെ പ്രസൻറ്റേഷന് ടെക്നിക്കലായിട്ട് 5 മിനിറ്റ് താമസമുണ്ട്. വേറെ ഏതെങ്കിലും സ്റ്റുഡൻസ് ചർച്ച തുടങ്ങി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ മൈക്ക് തരാം. വളരെ ചുരുക്കി ഓരോരുത്തരായിട്ട് അവതരിപ്പിക്കണം. ഇവരുടെ പ്രസൻറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു കൈ ഉയർത്തുക. മൈക്ക് നമ്മൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. Hello. ഞാൻ സുജിത്താണ്, കാർക്കീവ് വെറ്റിനറി സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ 2-3 വട്ടം പറഞ്ഞപ്പോൾ ആർക്കും അറിയത്തില്ല യുക്രൈനിൽ വെറ്റിനറി പഠിക്കുന്നുണ്ടെന്ന്. അപ്പം അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞു.
നിങ്ങളെല്ലാവരുടെയും ഭാഷാ നൈപുണ്യശേഷി യുദ്ധകാലത്ത് ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ധൈര്യവും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ആരും പറയാതിരിക്കേണ്ട. ഉള്ളിലുള്ളതെല്ലാം പറയാം. തുറന്ന് പറയുമ്പോഴാണ് പരിഹരിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് സംസാരിച്ചു തുടങ്ങാം. നിങ്ങൾ കൈ ഉയർത്തുന്നതനുസരിച്ച് മൈക്ക് നിങ്ങളുടെ അരികിലെത്തുന്നതാണ്. അത് അവിടെ രാജേഷ്. Hello, my name is Daniel Alexander. I am a third-year medical student at Bukovanian State Medical University. So yesterday we all have got the information about the West Bengal government allocating our students in their respective colleges. So can you please tell us that can we too expect that from our government? ഓക്കെ, നമുക്ക് അതിനെല്ലാം അവസാനം മറുപടി പറയാം. നിങ്ങൾ വിഷയങ്ങൾ ഉന്നയിക്കുക. അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് മറുപടി പറയാം. എൻ്റെ പേര് അനഘ എന്നാണ്. ഇതിൽ വന്നിരിക്കുന്ന മെജോറിറ്റി കുട്ടികളും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും, കാരണം ഞങ്ങളിപ്പോൾ ഫീസ് മസ്റ്റാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട്. ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ ഇപ്പോഴും പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ. ഓക്കെ. ഹലോ, എൻ്റെ പേര് അതുൽ തോമസ്. ഞാൻ വെനിറ്റ്സ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ആദ്യം തന്നെ എനിക്ക് നോർക്കയോടും ഗവൺമെൻറ്റിനോടും ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആദ്യം തന്നെ പറയാൻ തോന്നുന്നത്. കാരണം ഒരുപാട് പേര് അന്ന് വരെ ഉണ്ടായിരുന്നവർ ഞങ്ങളെ പോയ ഒരവസ്ഥയിൽ ഇതിന് മാത്രമായിരുന്നു ഞങ്ങളെ സഹായിക്കാൻ പറ്റിയത്. അത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും ഭാഗത്തു നിന്ന് കേരള ഗവൺമെൻറ്റിന് നോർക്കയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, യുക്രൈൻ സ്റ്റുഡൻസിനെ എല്ലാവരും താഴ്ത്തിക്കെട്ടുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പം ഇവിടെ നമ്മുടെ ഇവിടെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉള്ള MBBS കോളേജിൽ നമ്മൾ എടുത്താൽ തന്നെ പറയാൻ പോകുന്നത് ചുളിവിൽ MBBS കിട്ടിയെന്നാണ്. അപ്പോൾ അങ്ങനെ ചുളിവിൽ കിട്ടണ്ടെന്ന് ഞങ്ങളെല്ലാവരും പറയണത് ഷവർമ തിന്നാൻ പോയവരെന്നാണ്. കാരണം ഞങ്ങളവിടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കണവരെന്നാണ് പൊതുവെ ഇന്ത്യ മുഴുവനുള്ള അഭിപ്രായം. ഓക്കെ, ഇല്ലയെന്ന് ഞാൻ പറയണില്ല, ഷവർമ തിന്നാത്തവരും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യായവാദം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ അർഹിക്കുന്നവർ മാത്രം ജനങ്ങളുടെ പൈസ കൊണ്ട് പഠിക്കട്ടെ. ഇതാണ് എൻ്റെ അഭിപ്രായം. നന്ദി. നമ്മൾ ആദ്യം പറഞ്ഞ പ്രസൻറ്റേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവരത് പ്രസൻറ്റ് ചെയ്യും. First of all, we would like to thank our Honorable Prime Minister, Mr. Narendra Modi ji sir, our Indian government, Embassy of Kyiv, Ministry of External Affairs and Aviation Ministry for their immense effort for bringing us back from Ukraine to India. We especially thank our CM Shri Mr. Pinarayi Vijayan sir, our state government and KSRTC. And I have to say about when the Ukraine students was in crisis, then the Kerala Sarkar take 10 crore rupees for the budget, in the budget for Ukrainian students for their further education. It's a thing that we are thankful for. Now we thank Norka Roots who gave us the stage here, especially Principal Secretary Suman Billa sir, Resident Vice Chairman P. Sri Ramakrishnan sir,
CEO of Norca, K. Harikrishna sir, and all other officials who gave us the opportunity to speak on behalf of Ukraine returned medical students. We thank our government and our beloved PM Shri Narendra Modi ji sir to evacuate all of us to safety through Operation Ganga. We have to express our heartfelt, deepest condolences to our dear friend, Dr. Naveen Shegarappa and his family. As you all know who is Dr. Naveen, actually he was a fourth-year medical student at Kharkiv National Medical University, and unfortunately he loses his life due to shelling in Kharkiv. So sending our caring thoughts to Naveen, we are starting our section. So I am inviting Aparna to start our presentation. അപ്പോൾ ഇനി നമ്മൾക്ക് മെയിൻ പോയിന്റിലേക്ക് കടക്കാം. നമ്മുടെ പ്രധാന ചോദ്യം, വൈ വി ചോസ് യുക്രൈൻ. ഈ ചോദ്യം ഇപ്പോൾ കോമൺലി നൗഡേസ് പീപ്പിൾ യൂസ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് യുക്രൈനിലേക്ക് പോയത് ആൻഡ് വാട്ട് ആർ ദ മെയിൻ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. So as we all know, in India to enter medical colleges, we students used to write an exam called NEET. Nearly 15 to 16 lakh students used to give this exam. ലാസ്റ്റ് ഇയറിലേക്ക് നോക്കുകയാണെങ്കിൽ 16 ലക്ഷം കുട്ടികളാണ് നീറ്റ് എന്ന എക്സാം എഴുതിയത്, 8 ലക്ഷം കുട്ടികളാണ് നീറ്റ് ക്വാളിഫൈ ആയത്. ആൻഡ് വെൻ വി കം ടു ദ നമ്പർ ഓഫ് സീറ്റ്സ്, 604 മെഡിക്കൽ കോളേജസ് ആണ് ഇന്ത്യയിലുള്ളത്, വിച്ച് ഇൻക്ലൂഡ് ഗവൺമെൻറ്, പ്രൈവറ്റ് ആൻഡ് ഡീംഡ്. ആൻഡ് വെൻ വി കം ടു ദ നമ്പർ ഓഫ് സീറ്റ്സ്, 90,000 സീറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത്. ആൻഡ് ഈ 90,000 സീറ്റ്സിൽ 44,555 സീറ്റ്സ് ആർ ഗവൺമെൻറ് സീറ്റ്സ്. Also, when we look into the population, we all know in India, the adolescent and youth population is far more greater than all other countries. It is like 23.1 crore was the adolescent and youth population when we compare the age group 15 to 24 years. Adippo increased to 25.1 crore in 2021. So that means the NEET and exam competition level is also increasing year by year. So, and also I want to add on that the affordable government seats in a number is less than half, among which majority of them are reserved. ഇനി നമ്മൾ യുക്രൈനിലോട്ട് പോകാനുള്ള ഒരു മെയിൻ കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഫീസ് ആണ്. ഇന്ത്യയിലെ ഗവൺമെൻറ് കോളേജിൻ്റെ ഫീസ് ഈസ് നോമിനൽ ബട്ട് പ്രൈവറ്റ് കോളേജിൻ്റെ ഫീസ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഫീസ് ഈസ് നോട്ട് ദാറ്റ് അഫോർഡബിൾ. ഇപ്പം പ്രൈവറ്റ് കോളേജസിലെ ഫീസ് എടുക്കുകയാണെങ്കിൽ വർഷം 10 തൊട്ട് 15 ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഇയർലി ഹോൾ കോഴ്സിനുമായിട്ട് നമുക്ക് 60 തൊട്ട് 70 ലക്ഷം രൂപ വരെ നമുക്ക് അതിനുവേണ്ടി ചിലവാകുന്നതായിരിക്കും. ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ 1.5 to 2 crores ആയിരിക്കും ഫീസ്. സോ ഈ ഹെക്റ്റിക് ഫീസ് നമുക്ക് പലവർക്കും മീൻസ് മെജോറിറ്റി പാരൻസിനും താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ നമ്മൾ വെളി രാജ്യങ്ങളായ യുക്രൈനിലോട്ട് മെയിൻലി പോകുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സായ അപർണയും നീരജും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വാട്ട്സ് ദ റീസൺ വി ആർ നോട്ട് ഏബിൾ ടു സ്റ്റഡി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലിരിക്കുകയാണ് നമ്മുടെ മെയിൻ മെഡിക്കൽ അപെക്സ് ബോഡിയായ നാഷണൽ മെഡിക്കൽ കൗൺസിൽ, സോ പ്രീവിയസ്ലി ഇറ്റ് വാസ് കോൾഡ് ആസ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. സോ 2019 അതുപോലെ അതിന് മുമ്പത്തെ വർഷത്തുള്ള ഗസറ്റിലും MC ഹാസ് ക്ലിയർലി ലിസ്റ്റഡ് സം യൂണിവേഴ്സിറ്റീസ് ബേസ്ഡ് ഓൺ ദർ ക്വാളിറ്റി. സോ ദേ ഹാവ് റെക്കഗ്നൈസ്ഡ് സം യൂണിവേഴ്സിറ്റീസ്. So we came to know that we can also pursue our ambition as a doctor in abroad. പിന്നീട് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിപ്പിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ കേരളത്തിലെ ടോപ്പ് ആയിട്ടുള്ള ലീഡിങ് ഹോസ്പിറ്റലിലും ഒരുപാട് നമ്മുടെ സീനിയേഴ്സിനെ അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുകയുണ്ടായി. ഏറ്റവും ഇമ്പ്രസ് ചെയ്യിപ്പിച്ച് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഹൗസ് സർജൻസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. നമ്മൾ അവിടുത്തെ RMA കൊണ്ട് സംസാരിച്ചു. സോ ഫ്രം ദം വി കെയിം ടു നോ ദാറ്റ് lot of students have graduated from Ukraine and they are doing house surgeons in government hospitals and they are still working in government hospital. So idoru vallioru inspiration. So this makes us a hope to us that we can pursue our passion, means pursue our dream to become a doctor from Ukraine. പിന്നെ വേറെ എടുത്തു പറത്തേക്ക് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫീസ് സ്ട്രക്ചർ. അപ്പം നീരജ് പറഞ്ഞു ഇപ്പം ഇവിടുത്തെ ഇന്ത്യയിൽ ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയാലും ശരി മാക്സിമം ഫീസസ് ഇറ്റ് മേ എക്സ്റ്റെൻഡ് അപ് ടു 1.5 crores ആണ്. അപ്പം യുക്രൈനിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മാക്സിമം 3 lakhs to 4 lakhs വരെയാണ് പോകുന്നത്. പിന്നെ യുക്രൈനിലെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പം 5 years and 8 months ആണ് ആക്ച്വൽ കരിക്കുലം. പിന്നീട് നമ്മൾ ഈ 6 years യുക്രൈനിൽ പഠിച്ചെന്ന് വിചാരിച്ച് ആരും ഡോക്ടർ ആവുന്നില്ല. നമുക്ക് കമ്പൾസറി ആയിട്ട് ഇന്ത്യയിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് 1 year കമ്പൾസറി റൊട്ടേറ്ററി ഇൻറ്റേൺഷിപ്പും ചെയ്യണം. അപ്പം ഈ FMG എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ക്രിറ്റിസിസം ഉള്ളൊരു എക്സാമാണ്. കാരണം FMG എന്ന് പൊതുവെ കേൾക്കുമ്പോൾ എല്ലാവരും പറഞ്ഞതാണ് FMG പാസ് പെർസെൻറ്റേജ് ഓൺലി 15%, 12%, അങ്ങനെ പലരും അങ്ങനെ കളിയാക്കി പറയാറുണ്ട്. പക്ഷേ
we have to know what is the reality. FMG exams are actually conducted twice a year. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടത്തുന്നുണ്ട്. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാത്ത കുട്ടി രണ്ടാമത്തെ മെജോറിറ്റി സ്റ്റുഡൻസും സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സാവുന്നുണ്ട്. സെക്കൻഡ് അറ്റംപ്റ്റിൽ എക്സാം എഴുതുന്ന കുട്ടിയുടെ ഒപ്പം തന്നെ ഫ്രഷ് സ്റ്റുഡൻസും എഴുതുന്നുണ്ട്. സോ അങ്ങനെ ഓവറോൾ നോക്കുമ്പോഴാണ് FMGയുടെ പാസിംഗ് പെർസെൻറ്റേജ് കുറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം FMG എക്സാം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കട്ട് ഓഫ് ക്വാളിഫിക്കേഷൻ ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ 50%. നമ്മുടെ നീറ്റ് UG നീറ്റ് PG എക്സാംസ് എന്ന് പറയുമ്പോൾ 50% ഒരു പെർസെൻറ്റൈൽ സ്കോറും ഒരു പെർസെൻറ്റേജ് സ്കോറും തമ്മിലുള്ള വേരിയേഷൻ ഭയങ്കര ഡിഫറൻസ് ആണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ ഈ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഈ കട്ട് ഓഫിൻ്റെയും. പിന്നെ ഈ 15% എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തരത്തിലുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും കൂടെ ഒരു ടോട്ടൽ ആവറേജ് ആണ് 15%. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ whatever be the exam, whether it is a NEET UG, whether it is a NEET PG, whether it is an FMG exam, മെജോറിറ്റി സ്റ്റുഡൻസും പാസ്സാവുന്ന കേരളത്തിൽ തന്നെയാണ്. അത് നമ്മുടെ ഹിസ്റ്ററിയും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം കൂടെയാണ്. കേരളത്തിലെ FMG പാസിംഗ് റേറ്റ് എടുത്താൽ ഓൾമോസ്റ്റ് 70 to 80% സ്റ്റുഡൻസ് ആർ ആക്ച്വലി ക്വാളിഫൈങ് ഫ്രം ദർ ഫസ്റ്റ് അറ്റംപ്റ്റ്. നമുക്കിനി സ്റ്റഡി പാറ്റേൺ ഓഫ് യുക്രൈൻ, അതായത് യുക്രൈൻ്റെ പഠന രീതി നമുക്കൊരു ബ്രീഫായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് പരിചയപ്പെടാം. സോ നമ്മൾ ഫസ്റ്റ് ഇയർ എടുക്കുകയാണെങ്കിൽ അതിൽ സബ്ജക്ട്സ് ഉണ്ട്: അനാട്ടമി, ഹിസ്റ്റോളജി, മെഡിക്കൽ ബയോളജി, മെഡിക്കൽ ഫിസിക്സ്, കെമിസ്ട്രി, ഫിലോസഫി, കെയർ ഓഫ് പേഷ്യൻസ്, ഹിസ്റ്ററി ഓഫ് യുക്രൈൻ, ലൈഫ് സേഫ്റ്റി. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ് അനാട്ടമി ആൻഡ് ഹിസ്റ്റോളജി. ദീസ് ആർ മെയിൻ മെഡിക്കൽ സബ്ജക്ട്സ്. ബാക്കിയെല്ലാം സബ് സബ്ജക്ട്സ് ആണ്. ഇനി സെക്കൻഡ് ഇയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അനാറ്റമി, ഹിസ്റ്റോളജി ഇത് രണ്ടിൻ്റെയും ഈ രണ്ട് സബ്ജക്ട്സിൻ്റെയും ഫൈനൽ എക്സാമിനേഷൻ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് സെമിസ്റ്റർ, അതായത് തേർഡ് സെമിസ്റ്ററിലാണ് നമുക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ തുടങ്ങുന്ന സബ്ജക്ട്സ് ആണ് ഫിസിയോളജി, ബയോകെമിസ്ട്രി. ആൻഡ് സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് സെമി തുടങ്ങുന്ന സബ്ജക്ട്സ് ആണ് മൈക്രോബയോളജി. എലോങ് വിത്ത് ദാറ്റ് ഹൈജീൻ, ഒക്കുപേഷണൽ ഡിസീസസ്, then introduction to pediatrics and surgery, that's just introduction to clinical subjects, then മെഡിക്കൽ ഇൻഫോർമാറ്റിക്സ് ആൻഡ് തെറാപ്പി. ഈ സബ്ജക്ട്സാണ് നമുക്ക് സെക്കൻഡ് ഇയറിലുള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്ട്സാണ് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ആൻഡ് സെക്കൻഡ് ഇയറിൽ തുടങ്ങുന്നതാണ് മൈക്രോബയോളജി. So coming to the third year general curriculum followed by Ukraine, microbiology, hygiene ഈ രണ്ട് സബ്ജക്ട്സിൻ്റെ ഫൈനൽ എക്സാം 5th സെമ്മിൽ തീരും. Then we have the major subjects like pharmacology, path morphology, path physiology, internal medicine, pediatrics, general surgery, nutritiology and psychiatry, also radiology. സോ ഇതിലെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പാത്തോളജി എന്നൊരു സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് പാത്ത് ഫിസിയോളജി, പാത്ത് മോർഫോളജി അങ്ങനെ രണ്ട് സെപ്പറേറ്റ് സബ്ജക്ട്സ് ആയിട്ട് യുക്രൈനിൽ പഠിക്കുന്നുണ്ട്. പിന്നെ തേർഡ് ഇയർ ജനറൽ സർക്കുലം ബൈ ഇന്ത്യ നോക്കുമ്പോൾ ഒഫ്തമോളജി, ENT, പ്രിവെൻറ്റീവ്, സോഷ്യൽ മെഡിസിൻ ഈ 3 സബ്ജക്ട്സാണ് ഇന്ത്യയിലുള്ളത്. ഇനി യുക്രൈനിൽ ഒരു പ്രധാന കാര്യം പറയുവാണെങ്കിൽ തേർഡ് ഇയറിൽ നിന്ന് ഫോർത്ത് ഇയറിലേക്ക് പോകുന്നതിന് മുന്നാടി തേർഡ് ഇയർ കഴിയുമ്പോൾ ക്രോക്ക് എന്ന എക്സാം എഴുതേണ്ടത് നിർബന്ധമാണ്. അഥവാ പ്രീ ക്ലിനിക്കിൽ നിന്ന് ക്ലിനിക്കൽ സബ്ജക്ട്സിലേക്ക് പോകുന്നതിന് മുന്നേ ക്രോക്ക് എന്ന എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഫോർത്ത് ഇയറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ ഫോർത്ത് ഇയർ ജനറൽ സർക്കുലം യുക്രൈൻ നോക്കുമ്പോൾ OBG, ഇന്റേണൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, എമർജൻസി പീഡിയ, ENT, ഡെർമറ്റോളജി, ന്യൂറോളജി, ഫോറൻസിക് മെഡിസിൻ, മെഡിക്കൽ ലോ, മെഡിക്കൽ ജെനറ്റിക്സ്, എൻഡോക്രൈനോളജി, സൈക്യാട്രി, യൂറോളജി, സർജറി, സോഷ്യൽ മെഡിസിൻ ഇത്രയും സബ്ജക്ട്സാണ് ഫോർത്ത് ഇയർ യുക്രൈനിൽ പഠിക്കാനുള്ളത്. ഫോർത്ത് ഇയർ ഇന്ത്യ നോക്കുമ്പോൾ മെഡിസിൻ, സർജറി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, OBG. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സായ അപർണയും നീരജും വളരെ ഡീറ്റെയിൽ ആയിട്ട് യുക്രൈനിൽ ടിൽ ഫോർത്ത് ഇയർ ഉള്ള കരിക്കുലം നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ദേ ഓൾസോ കമ്പയർഡ് വിത്ത് ഇന്ത്യൻ കരിക്കുലം. ഇനി ഞാൻ പറയാൻ പോകുന്നത് യുക്രൈനിലെ ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ മെയിൻ ക്ലിനിക്കൽ പോയിൻ്റാണ്. നമ്മൾ ഫിഫ്ത്ത് ഇയർ എടുക്കുമ്പോൾ മെയിനായിട്ട് 15 സബ്ജക്ട്സ് ആണുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം അവർ ഇൻറ്റേർണൽ മെഡിസിൻ, സർജറി, പീഡിയ സർജറി, ഇൻഫെക്ഷ്യസ് മെഡിസിൻ, ക്ലിനിക്കൽ ഫാർമക്കോളജി, പ്രൊഫഷണൽ ഡിസീസ്, അതുപോലെ തന്നെ ട്രോമ, എമർജൻസി മെഡിസിൻ, എപ്പിഡമോളജി, ഒബ്സ്റ്റാട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, ഓങ്കോളജി, റേഡിയോളജി. ദെൻ വി ഹാവ് 2 മെയിൻ സബ്ജക്ട്സ് ലൈക്ക് ഇമ്മ്യൂണോളജി, അനസ്തേഷ്യോളജി. ഇങ്ങനെ 15 സബ്ജക്ട്സ് ആണ് നമ്മൾ ഫിഫ്ത്ത് ഇയറിൽ പഠിക്കുന്നത്. കമ്മിങ് ടു സിക്സ്ത് ഇയർ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഇയറാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് സ്ലൈഡിൽ കണ്ട് നോക്കാം. വെൻ യു കമ്പയർ സിക്സ്ത് ഇയറിലെ ഫസ്റ്റ് 2 സബ്ജക്ട്സ് നോക്കാം, ഇൻറ്റേർണൽ മെഡിസിൻ ആൻഡ് സർജറി. സെയിം സബ്ജക്റ്റ് തന്നെ നമ്മൾ ഫിഫ്ത്ത് ഇയറിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. മീൻസ് സിംപ്ലി വി ആർ റിപ്പീറ്റിംഗ് വാട്ട് എവർ വി സ്റ്റഡിഡ് ഇൻ ദ ഫിഫ്ത്ത് ഇയർ. നെക്സ്റ്റ് വരുന്ന പീഡിയ ഇൻഫെക്ഷൻസ് ആൻഡ് പീഡിയ സർജറി, ദ സെയിം സബ്ജക്റ്റ് വി ഹാവ് സ്റ്റഡിഡ് ഇൻ ദ ഫിഫ്ത്ത് ഇയർ. പിന്നീട് വരുന്ന ഇൻഫെക്ഷസ് മെഡിസിൻ, സെയിം സബ്ജക്റ്റ് വി സ്റ്റഡിഡ് ഇൻ ദ ഫിഫ്ത്ത് ഇയർ.
അതുപോലെ തന്നെ ഒബ്സ്റ്റാട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വി ഹാവ് ആൾറെഡി സ്റ്റഡീഡ് ഇൻ ദ 5th ഇയർ. പിന്നീട് വരുന്ന സബ്ജക്ട്സ് ആണ് ഹൈജീൻ നമ്മൾ അപർണയും നീരജ് ഡിഗ്രി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. 2nd ഇയറിലും 3rd ഇയറിലും നമ്മൾ ഹൈജീൻ പഠിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് വി ഹാവ് ടു നോ ഡ്യൂറിങ് അവർ MBBS ലൈഫ്. അത് ഇന്ത്യയിൽ 4th ഇയറാണ് പഠിക്കുന്നത്. പക്ഷേ നമ്മൾ യുക്രൈനിൽ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ പറയുമ്പം നമുക്കറിയാം 5th ഇയറിലെ സിലബസിൽ ഇൻഫെക്ഷസ് മെഡിസിനും എപ്പിഡമോളജിയും പറയുന്നുണ്ട്. സോ അതിൻ്റെ കോമ്പിനേഷനും ഉണ്ട്. പ്ലസ് പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ സബ്ജക്ട്സ് ആയ ബയോസ്റ്റാറ്റിക്സ് ആയാലും ശരി, മെഡിക്കൽ ലോ ആയാലും ശരി, ഫാമിലി പ്ലാനിങ് ആൻഡ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ സബ്ജക്ട്സ് നമ്മൾ പല ഇയേഴ്സിലായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നീട് അഡീഷണൽ ആയിട്ട് വരുന്ന 2 സബ്ജക്ട്സേ ഉള്ളൂ 6th ഇയറിൽ. ദാറ്റ് ഈസ് വൺ ഈസ് സിമുലേഷൻ മെഡിസിൻ ആൻഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇത് വേറൊന്നുമില്ല, നമ്മുടെ ക്ലിനിക്കൽസ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു സബ്ജക്ട്സ് ആണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻ 6th ഇയർ വി ആർ കംപ്ലീറ്റ്ലി റിപ്പീറ്റിംഗ് വാട്ട് എവർ വി സ്റ്റഡീഡ് ഫ്രം 1st ഇയർ ടു 5th ഇയർ. വളരെ ഇൻ കൺക്ലൂഷൻ വി ക്യാൻ ടെൽ ദാറ്റ് 5th ഇയർ കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റ് ഹീ ഈസ് ആക്ച്വലി റെഡി ഫോർ എൻ ഇൻറ്റേൺഷിപ്പ്. ബിക്കോസ് ഫൈനൽ ഇയറിൽ യുക്രൈൻ എന്ന് പറയുമ്പം നമുക്കറിയാം ഇന്ത്യയിൽ അപ്കമിങ് 2023 നെക്സ്റ്റ് വരാൻ പോകുന്നു പറയുന്നത് കേട്ടുണ്ട്. അതുപോലെ തന്നെ യുക്രൈനിൽ ആൾറെഡി അവർക്കൊരു എക്സാം ഉണ്ട്, ക്രോക്ക് 2 എന്ന് പറയുന്നത്. അതായത് ക്ലിനിക്കൽ സബ്ജക്ട്സ് പാസ്സായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എഴുതുന്ന എക്സാമാണ് ക്രോക്ക് 2. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നെക്സ്റ്റ് 2 എന്ന് പറയുന്ന പോലെ അവിടെ ഓസ്കി, പക്ഷേ അവിടെ ഓസ്കി നടത്തുന്നത് ക്രോക്ക് 2 മുമ്പാണ്, അതായത് ക്ലിനിക്കൽ എക്സാമാണ്. ഇപ്പോൾ ഇത്ര എക്സാം ആ ഒരു ലാസ്റ്റ് 2 എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഫൈനൽ ഇയർ എന്ന് പറയുന്നത്. പിന്നെ ക്ലിനിക്കലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് പറയാനുണ്ട്. യുക്രൈനിൽ ശരിക്കും ക്ലിനിക്കൽ സബ്ജക്ട്സ് തുടങ്ങും, നമുക്കെല്ലാം അറിയാം. 4th ഇയർ, 5th ഇയർ, 6th ഇയർ ഈ 3 ഇയേഴ്സാണ് ക്ലിനിക്കൽ സബ്ജക്ട്സ്. പിന്നെ ഓരോ അക്കാഡമിക് ഇയറിന് ശേഷവും 2 മാസം 2 months വി ഹാവ് സമ്മർ വെക്കേഷൻ. ആൻഡ് ഈ സമ്മർ വെക്കേഷൻ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് ഡയറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ 4th ഇയർ യൂണിവേഴ്സിറ്റി ഈസ് പ്രൊവൈഡിങ് our clinical diary and we are taking this clinical diary and we are going to the hospitals during this summer vacation. എന്തിനാണ് ഈ സമ്മർ ഒബ്സർവേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് ആക്ച്വലി എ ട്രോപ്പിക്കൽ കൺട്രി. യുക്രൈനിൽ ഉണ്ടാകുന്ന ഇൻസിഡൻസിൻ്റെ ഡിസീസ് പോലെ ആയിരിക്കില്ല നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യേണ്ട ഡോക്ടേഴ്സ് തന്നെയാണ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ആർ ദി ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ആൻഡ് ദ എപ്പിഡമോളജി ഓഫ് ഇന്ത്യ. സോ ദാറ്റ് ഈസ് വൈ ബീങ് എ ട്രോപ്പിക്കൽ കൺട്രി ദ യുക്രൈൻ കരിക്കുലം ഓൾറെഡി ഡിസൈഡ് ടു പ്രൊവൈഡ് ആൻ സമ്മർ ഒബ്സർവേഷൻ പ്രോഗ്രാം. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് മാക്സിമം ക്ലിനിക്കൽ എക്സ്പോഷറും ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കമ്പയറിംഗ് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ കരിക്കുലം, നമുക്കറിയാം ഇന്ത്യൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ 4.5 years പ്ലസ് 1 year ഇൻറ്റേൺഷിപ്പാണ്. മീൻസ് വിത്തിൻ 5.5 years ഹീ ഈസ് ആക്ച്വലി കംപ്ലീറ്റിംഗ് ഹിസ് ഹോൾ കരിക്കുലം പ്ലസ് ഇൻറ്റേൺഷിപ്പ്. അപ്പം അതിൽ 2nd ഇയർ എന്ന് പറയുന്നത് 1.5 year ആണ് 2nd ഇയറിലെ കരിക്കുലം ഇന്ത്യയിൽ. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് വൈൽ ഇന്ത്യയിൽ 5th ഇയർ എന്ന് പറയുന്നത് പ്യൂർലി ആക്ച്വലി ഇറ്റ് ഈസ് എ റൊട്ടേറ്ററി ഇൻറ്റേൺഷിപ്പ്. ഇനി നമുക്ക് യുക്രൈനിലെ കുറച്ച് മേജർ റൂൾസ് കാണാം. ദീസ് റൂൾസ് ആർ സം ഓഫ് ദ ഗോൾഡൻ റൂൾസ് വിച്ച് ഈസ് ഫോളോയിങ് ഇൻ ഓൾ ദ യൂണിവേഴ്സിറ്റീസ്. അതിൽ ഫസ്റ്റ് റൂളാണ് നോ ക്ലാസ്സസ് ക്യാൻ ബി മിസ്ഡ്. അതായത് 100% അറ്റൻഡൻസ് യുക്രൈനിലെ യൂണിവേഴ്സിറ്റീസിൽ മാൻഡേറ്ററി ആണ്. 100% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് എനി ക്ലാസ്സസ് ആർ മിസ്ഡ് നമുക്ക് അത് സാറ്റർഡേസ് റീവർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് ECTS സിസ്റ്റം, അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. സോ ഈ സിസ്റ്റമാണ് യുക്രൈനിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഫോളോ ചെയ്യുന്നത്. ദിസ് ഇസ് എ ക്യുമുലേറ്റീവ് ഗ്രേഡിംഗ് സിസ്റ്റം. ആൻഡ് ഈ സിസ്റ്റത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ ദിവസത്തെയും ക്ലാസ്സിൽ എല്ലാ പീരീഡിലും നമുക്ക് ഒരു ഓറൽ എക്സാം, ഒരു ഓറൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. സോ അതിനൊരു പർട്ടിക്കുലർ പാസ് മാർക്കുണ്ട്, ലൈക്ക് 5ന് 3, സോ 5 out of 3. സോ ആ മാർക്കിന് മുകളിൽ നമ്മൾ സ്കോർ ചെയ്യണം, എന്നാലും നമ്മൾ ആ ക്ലാസ് പാസ്സാവുള്ളൂ. അങ്ങനെ എല്ലാ ക്ലാസ്സിലെയും ആ ഹോൾ സെമിസ്റ്ററിലെ ക്ലാസ്സിൻ്റെ ഗ്രേഡ്സിൻ്റെ ആവറേജ് നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ സെമിസ്റ്റർ എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പേ എടുക്കും. സോ ദാറ്റ് മസ്റ്റ് ബി ഓൾസോ പാർ കൺസ്റ്റൻറ്റ് ഗ്രേഡ്. സോ ആ ഗ്രേഡിന് മുകളിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് സെമിസ്റ്റർ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് സിസ്റ്റം ഈസ് കോൾഡ് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. സോ യുക്രൈനിൽ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് സെമിസ്റ്റർ എക്സാം ഓർ മൊഡ്യൂൾസ് വിച്ച് കംപ്രൈസസ് ഓഫ് MCQ എക്സാം ആൻഡ് ആസ് വെൽ ആസ് ഓറൽസ്. മോസ്റ്റ് ഓഫ് ദി സബ്ജക്ട്സിന് ഇത് രണ്ടും ഉണ്ട്, MCQ എക്സാംസും ഉണ്ട്, ഓറൽസും ഉണ്ട്. സോ ഇതിന് എലിജിബിൾ ആവണമെങ്കിൽ ആസ് നീരജ് ടോൾഡ് എവറിഡേ ഓറൽ അനാലിസിസിൽ മിനിമം 3 അല്ലെങ്കിൽ മാക്സിമം 5 കിട്ടിയാലേ ക്യുമുലേറ്റീവ് ഗ്രേഡ് മിനിമം 3 ഓർ മാക്സിമം 5 വരത്തുള്ളൂ. പിന്നെ പ്രധാന എക്സാം എന്ന് പറയുന്നത് യുക്രൈനിൽ ക്രോക്ക് എക്സാം ആണ്, വിച്ച് ഇസ് കണ്ടക്റ്റഡ് ബൈ ദ ടെസ്റ്റിംഗ് സെൻറ്റർ ഓഫ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് യുക്രൈൻ. ക്രോക്ക് 1 ഉണ്ട്, ക്രോക്ക് 2 ഉണ്ട്. ക്രോക്ക് 1 ആസ് ഐ ഓൾറെഡി ടോൾഡ് ഇറ്റ് ഈസ് ഫോർ എൻറ്ററിങ് ടു ദ ക്ലിനിക്കൽ സബ്ജക്ട്സ്.
ക്രോപ്പ് 1 കണ്ടക്ട് ചെയ്യുന്നത് എവറി തേർഡ് ഇയർ ആണ്. ആൻഡ് ദ കട്ട് ഓഫ് ക്വാളിഫിക്കേഷൻ ഈസ് 60.5%. ബട്ട് ഇറ്റ് ഈസ് നൗ ഇൻക്രീസിങ്. ലാസ്റ്റ് ഇയർ പറയുന്നുണ്ടായിരുന്നു ഇനി തൊട്ട് ക്രോപ്പ് 1ൻ്റെ ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജ് 61 ആക്കുമെന്ന്. ഇനി പിന്നെ ക്രോപ്പ് 2 അത് 5 ഇയേഴ്സ് എഴുതുന്നതാണ്, ഓർ 6 ഇയേഴ്സ്. ബട്ട് ക്രോപ്പ് 2ന് മുന്നേ ഒസ്കി എന്നൊരു എക്സാം, ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവണം. ഒസ്കി എന്ന് പറയുന്ന എക്സാം ഒരു ക്ലിനിക്കൽ ടെസ്റ്റാണ് വിച്ച് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ റെസ്പെക്റ്റീവ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഒസ്കി എന്ന ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ക്രോപ്പ് 2 എഴുതാൻ പറ്റുള്ളൂ. It is also similar to the crop 1 cut-off qualification 60.5% ആണ്. And then the students will obtain the degree certificate. പിന്നെ ഈ ക്രോക്ക് എന്ന് പറയുന്ന ഒരു എക്സാം ഒബ്ജക്റ്റീവ് എക്സാം ആണ്, അഥവാ MCQ എക്സാംസ് ആണ്. ശരിക്കും ഞങ്ങളല്ല ഈ യുദ്ധത്തിന് കാരണക്കാർ. വി സ്റ്റുഡൻസ് ആർ നോട്ട് ദ കോസ് ഓഫ് വാർ. വാർ ഇസ് ആക്ച്വലി പ്യൂർലി എ മാൻ-മെയ്ഡ് ഫിനോമിന. ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ 2 or multiple states. So war does not determine who is right, it only determines who is actually left. So as we all know, respected APJ Abdul Kalam sir told, our dream is our wings, which means dream higher and work to achieve it. So as we all know, the medical profession is considered to be a noble profession. So നമ്മൾ എന്തുകൊണ്ടാണ് യുക്രൈനിൽ പോയെന്ന് ചോദിച്ചാൽ it is for our dream to become true. So നമ്മൾ ഇതുവരെയുള്ള എല്ലാ സ്ലൈഡ്സിലും വി ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ റീസൺസ് ബിഹൈൻഡ് വൈ വി വെൻറ്റ് ടു യുക്രൈൻ. സോ ഈ റീസൺസ് എല്ലാം കൂട്ടിച്ചേർത്താൽ നമുക്ക് മനസ്സിലാവും വി വെൻറ്റ് ടു യുക്രൈൻ ടു മേക്ക് അവർ ഡ്രീം കം ട്രൂ, ആസ് ബിക്കമിങ് ഡോക്ടർ ഈസ് അവർ ഡ്രീം ആൻഡ് പാഷൻ. സോ പെട്ടെന്നൊരു വാർ വന്നു, നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. സോ അവർ ഹംബിൾ പ്ലീ ടു അവർ പ്രൈം മിനിസ്റ്റർ, അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്, NMC, is that kindly accommodate all the Ukraine returned medical students in the existing Indian medical colleges as previously recommended by AICTE for engineering returned Ukraine students. So our final and our only hope is that the law system of our country. So we can see from the slides also, before the war, Ukraine was such a beautiful and peaceful country. അവിടുത്തെ ജനങ്ങൾ ഓൾസോ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ യുക്രൈനിൽ നമ്മൾ പോയ ഒരു ഏജ് ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, 17 to 18 എന്നൊരു ഏജ് ഗ്രൂപ്പിലായിരുന്നു അവിടെ പോയത്. സോ അതുകൊണ്ട് തന്നെ വി ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഓൾസോ, ബിക്കോസ് വി നീഡ് ടു പേ അവർ റെൻറ്റ്, വി നീഡ് ടു പേ അവർ ബിൽസ് ഓൾസോ. സോ മണി മാനേജ്മെൻറ്റ്, സെൽഫ് കുക്കിംഗ് എന്നിവ കാര്യങ്ങളും അപ്പാർട്ട് ഫ്രം ദ സ്റ്റഡീസ് വി ലേൺഡ്. സോ പിന്നെ പറയാനുള്ളത്, യുക്രൈനിൽ ബാക്കി എല്ലാം ലോകത്തിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ യുക്രൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവരുമായി നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ യുക്രൈനിൽ ഉണ്ടായത്. സോ ഒബ്വിയസ്ലി ഫ്രണ്ട്സ് വാസ് അവർ ഫാമിലി ഓൾസോ. സോ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം കൂടിയായിരുന്നു ഇവാക്യുവേഷൻ്റെ ടൈം നമ്മൾ എല്ലാവരും കണ്ടത്. So apart from this 6-year medical course from Ukraine, we also get an exposure of lot of international conferences and congress. നമുക്കറിയാം മെഡിസിൻ എന്ന സബ്ജക്റ്റിന് ഏറ്റവും അത്യാവശ്യമായത് അപ്ഡേഷൻ ആണ്. ഈവൻ ദോ നമുക്കറിയാം പ്രിൻസിപ്പിൾസ് ഓഫ് ഹാരിസൺസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റേണൽ മെഡിസിൻ, ഇറ്റ് ഇസ് കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് എവറി ഇയർ. അപ്പം അപ്ഡേഷൻസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം യുക്രൈനിൽ നമുക്ക് ഇതുപോലെ പല, അതായത് നമുക്ക് ഒരുപാട് മെഡിക്കൽ കോൺഗ്രസ്സിന് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും തീസിസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് പേപ്പർ ഉണ്ടെങ്കിലോ അത് നമ്മുടെ പ്രൊഫസേഴ്സ് നമ്മുടെ സയൻറ്റിഫിക് അഡ്വൈസറായിട്ട് നിന്ന് നമ്മുടെ ആ വർക്ക്സിനെ ഇൻ്റർനാഷണൽ ജേർണലിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ നമുക്ക് യുക്രൈനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ ഇതൊക്കെ വാറിന് മുന്നത്തെ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മുടെ കൺസേൺസും വേറെയാണ്. കാരണം യുക്രൈൻ ഇപ്പോൾ ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ്. അവിടെ മുഴുവൻ ഇപ്പം പലതരത്തിലുള്ള ക്രൈംസാണ് നടക്കുന്നത്. ലൈക്ക് നമുക്കറിയാം, മാസീവ് കില്ലിങ് ഓഫ് പീപ്പിൾ, ചിൽഡ്രൻ ഡെത്ത്സ്, റേപ്സ്, തെഫ്റ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം, സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ഓഫ് റഷ്യൻ ഫെഡറേഷൻ ഓൺ യുക്രൈൻ, ഇത് കാരണമാണ് ഇത് മെയിൻലി നടക്കുന്നത്. അവിടുത്തെ വാർ കാരണമാണ് ഇത് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മെനി യൂണിവേഴ്സിറ്റീസ്, അപ്പാർട്ട്മെൻറ്റ്സ്, ഹോസ്റ്റൽസ്, ഹൗസസ്, എവറിത്തിങ് ഈസ് ഡിസ്ട്രോയിഡ്. സോ അവിടുത്തെ ബേസിക് കമ്മ്യൂണിറ്റീസായ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് ഓൾസോ ഗ്യാസ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഹീറ്റിംഗ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം അവിടെ ഇപ്പം ഡിപ്ലീറ്റഡ് ആണ് പല സ്ഥലങ്ങളിലും, എസ്പെഷ്യലി ഈസ്റ്റ് ആൻഡ് സതേൺ യുക്രൈനിൽ ഉള്ള പ്ലേസസിലെല്ലാം ഇത് ഫുള്ളി ഡിപ്ലീറ്റഡ് ആണ്. നമുക്ക് ഫോട്ടോസിൽ കാണാൻ പറ്റും.
നമുക്ക് ഫോട്ടോസിൽ കാണാൻ പറ്റും. ഇവിടെ യുക്രൈനിലെ പല ബിൽഡിങ്സ്, ഗവൺമെൻറ് ബിൽഡിങ്സ്, യൂണിവേഴ്സിറ്റീസ്, ഹോസ്റ്റൽസ്, അപ്പാർട്ട്മെൻറ്റ്സ് ഫുള്ളി ഷെല്ലിങ് കാരണം ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അവിടെ മുഴുവൻ ഇപ്പോൾ ഹെവിലി കെമിക്കൽ ന്യൂക്ലിയർ ത്രെറ്റ്സും ഇപ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ന്യൂസിൽ കൂടെ അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസേൺസ് ഉണ്ട്. കാരണം അവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ആൻറ്റി ഇന്ത്യൻ ആയിട്ട് ചില സ്ഥലങ്ങളിൽ വികാരം ഉണ്ടാകുന്നുണ്ട്. സോ അതും ഒരു മെയിൻ കൺസേൺ ആണ്. അതുപോലെ തന്നെ ഒരു ബിഗർ കൺസേൺ ആണ് booby traps and mines which is laid by the Russian military during the retreat in different places in Ukraine. So ഇത് എവിടെയാണ് ഈ മൈൻസ് ഉള്ളത്, എവിടെയാണ് ഇത് ഡീമൈനിങ് ചെയ്യേണ്ടതെന്ന് യുക്രൈനിയൻ മിലിറ്ററിക്ക് പോലും വളരെയധികം ചാലഞ്ചിങ് ആയൊരു പ്രൊസീജിയറാണ്. സോ ഇതൊരു മെയിൻ കൺസേൺ ആണ്. നമ്മളിപ്പോൾ റിട്ടേൺ ആഫ്റ്റർ വാർ നമ്മൾ തിരിച്ച് പോയാൽ പോലും നമുക്കൊരു മെയിൻ ത്രെറ്റ് ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈയിടയ്ക്ക് റീസെൻ്റായിട്ട് നമ്മുടെ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ജയശങ്കർ ജി സാർ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഹീസ് ഇൻ കോൺസ്റ്റൻറ്റ് കോൺടാക്ട് വിത്ത് സർട്ടൺ യൂറോപ്യൻ കൺട്രീസ് സച്ച് ആസ് റൊമാനിയ, പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, സോ ദാറ്റ് വി ക്യാൻ കണ്ടിന്യൂ അവർ എഡ്യൂക്കേഷൻ. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ വേറൊരു വശം കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പോളണ്ട് ആയാലും ശരി, റൊമാനിയ ആയാലും ശരി, ഹംഗറി ആയാലും ശരി, യുക്രൈനിൽ കൊടുത്ത ഫീസിൻ്റെ എമൗണ്ട് നമുക്കറിയാം 3 lakhs to 4 lakhs ആണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ്, ഇപ്പം പോളണ്ടിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 5 times as high as compared to that of the Ukraine. പിന്നീടുള്ള ഒരു കാര്യം മാത്രമല്ല, ഒരു കുട്ടി ഒരു ഇയർ ലോസ് ആകുമ്പം ആ ഒരു ലോസായ ഇയറിൻ്റെയും കൂടി ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യണം. പിന്നെ ഒരുപാട് പാരൻസും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസും എഡ്യൂക്കേഷൻ ലോൺസ് എടുത്തിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു എമൗണ്ട് ഇറ്റ് ഇസ് ആക്ച്വലി എ ഹ്യൂജ് ഹേർഡിൽ ഫോർ ദം. പിന്നീട് വരുന്ന അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് തന്നെയാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഒരു യൂറോപ്യൻ കൺട്രിയിൽ എന്തൊക്കെയായിരിക്കും അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഐ തിങ്ക് 3 times more as compared to what we spend in the Ukraine. പിന്നീട് ഈവൻ ദോ നമ്മളൊരു കൺട്രി ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾ ബീങ് എ ഡോക്ടർ വി നീഡ് ക്ലിനിക്കൽ സ്കിൽ, വി ഹാവ് ടു ഇൻട്രാക്ട് വിത്ത് ദ പേഷ്യൻസ്. നമ്മൾ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ ഇത്രയും വർഷം യുക്രൈനിൽ പഠിച്ചവരാണ്. അപ്പം വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജുമായിട്ട് അവിടുത്തെ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹർഡിൽ ദാറ്റ് വി ആർ ആക്ച്വലി ഗോയിങ് ടു ഫേസ്. So now coming to the conclusion, even though India has the largest number of medical colleges in the world, according to World Health Organization, the doctor-patient ratio in our country is still 1:1456, which is far behind the ratio prescribed by WHO of 1:1000. So we humbly request with folded hands to consider this critical situation to save us from a dark future and suicides, to please consider this and accommodate us in Indian medical colleges as soon as possible. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഈ ഓൺഗോയിങ് സെമിസ്റ്റർ ഈ ജൂണിൽ അവസാനിക്കും. സോ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ജൂണിന് മുമ്പെങ്കിലും വന്നെങ്കിൽ നമുക്കൊരു ഇയർ ബാക്കിൽ നിന്ന് നമുക്ക് ഇല്ലാതെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. സോ വി വാണ്ട് എ ഡിസിഷൻ ഫ്രം ഇന്ത്യൻ ഗവൺമെൻറ് ടു കം ബിഫോർ ജൂൺ അറ്റ്ലീസ്റ്റ്. So we are requesting this on behalf of all the Ukraine returned medical students to kindly accommodate us in Indian medical colleges as soon as possible. Thank you. Thank you. Jai Hind. Jai Hind. Aparna. Karthik Madhav. Neeraj signing off. ഈ ചടങ്ങിൻ്റെ ഗൗരവം മനസ്സിലാക്കി വളരെ വിശദമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച കുട്ടികൾ, അടുത്തതായിട്ട് നമ്മുടെ ഓൺലൈനിൽ ഏതാണ്ട് 1000-ലധികം ആളുകൾ ഓൺലൈനിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിൽ പങ്കെടുക്കുന്ന ശ്രീ ജോബിൻ ജോർജ് ഇവിടെ ഒരു പ്രസൻറ്റേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സൂം വഴി ഇതിനകത്ത് നമ്മളോടൊപ്പം പങ്കുചേരും. ഓക്കെ, ഹലോ, നമസ്കാരം എല്ലാവർക്കും. അപ്പം എൻ്റെ പേര് ജോബിൻ എന്നാണ്, കണ്ണൂരാണ് വീട്. പഠിച്ചുകൊണ്ടിരുന്നത് ലിവിവിലാണ്. അപ്പം എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത് മെഡിക്കലിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. വെറ്റിനറി തേർഡ് ഇയർ ആയിരുന്നു, തേർഡ് ഇയർ സെക്കൻഡ് സെമ്മിലായിരുന്നു ഇപ്പം നടന്നുകൊണ്ടിരുന്നത്. അപ്പം
അവിടെ മെഡിക്കൽ മാത്രമല്ല, ആ കൂട്ടത്തിൽ നേഴ്സിങ്ങിന് പഠിക്കുന്നവരുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്, പല കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി നമ്പർ കുറവാണ് ബാക്കിയുള്ള കോഴ്സുകൾ. എന്നാൽ പോലും അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ കൂടി കെയർ ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ ഇതുവരെ ഇവിടെ വന്നതും എല്ലാം വെൽ കോർഡിനേറ്റഡ് ആയിരുന്നു. അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത ഏജൻസികൾക്കും ആൾക്കാർക്കും എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെയും പേര് നന്ദി പറയുന്നു. ഓക്കെ, അത് മൊത്തത്തിൽ അവിടെ നിന്ന് യുക്രൈനിൽ നിന്ന് പോന്നപ്പം തൊട്ട് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം കോർഡിനേറ്റഡ് ആയിരുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതിനെല്ലാം നന്ദി പറയുന്നു. ആ കൂടെ തന്നെ നമ്മുടെ വെറ്റിനറി സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് യുക്രൈനിൽ പലയിടത്തായിട്ട് ഏകദേശം ഒരു 150 മുകളിൽ സ്റ്റുഡൻസ് മൊത്തത്തിലുണ്ട്. അപ്പം പലയിടത്തായിട്ട് വെറ്റിനറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളും കൂടെ കെയർ ചെയ്യണമെന്നുള്ള കാര്യം ഒന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇത് ഈ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ, അതായത് ഇതിന്റെ അല്ലാണ്ട് വെറ്റിനറി മെഡിക്കൽ മാത്രമല്ലാണ്ട് വെറ്റിനറിയുടെ കാര്യവും അതുപോലെയുള്ള ബാക്കി കോഴ്സുകളുടെ കാര്യവും നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഹാൻഡലൈസ് ചെയ്തത്. അപ്പോൾ ഇത്ര പറയാനുള്ളൂ. താങ്ക് യു എവരിവൺ. തീർച്ചയായിട്ടും ജോബിൻ ഉന്നയിച്ച വിഷയങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ ഒരാൾ കൂടി പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷൈജു MV. അതോടൊപ്പം സദസ്സിലുള്ള നമ്മുടെ സ്റ്റുഡൻസിന് നിങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കാം. നിങ്ങൾ കൈ ഉയർത്തുന്നതനുസരിച്ച് നമ്മൾ മൈക്ക് നിങ്ങളുടെ കൈവശം എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനവസാനം നമ്മൾ ഇവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ അതോറിറ്റീസ് അതിന് മറുപടി പറയുന്നതായിരിക്കും. ഓൺലൈനിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഷൈജു MB. ഓക്കെ, ഇവിടെ പറയാം. ഹലോ സർ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് താങ്ക് യു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തതിന്. ഓക്കെ. പിന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് FMGയുടെ എക്സാമിനെ കുറിച്ച് തന്നെ എല്ലാവർക്കും അറിയാം. ഒരുപാട് കറപ്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. FMG പാസ്സാവാൻ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നത് തന്നെ പൊളിറ്റിക്കൽ കറപ്ഷൻ കൊണ്ടാണെന്നുള്ളത് ഹയർ അതോറിറ്റീസിനൊക്കെ അറിയാം. അത് മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ വന്നത് മാർച്ച് 6-നാണ്. മാർച്ച് 6-ന് വന്ന ഞങ്ങൾക്ക് മാർച്ച് 8-ന് IMA കേരള ഘടകം റിലീസ് ചെയ്ത ഒരു ലെറ്റർ കിട്ടി. അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹം പറഞ്ഞ ഒരു ഓഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ചെയ്യേണ്ടത്രേ ഉള്ളൂ. നെക്സ്റ്റ് നീറ്റ് എക്സാമിൽ ഇവിടുന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് 10 മാർക്ക് അല്ലെ വേണ്ട 20 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാന്ന് പറയാം. സീറ്റ് റിസർവ് ചെയ്യാൻ പറയരുത്. 10-20 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കും അവിടെ നിന്ന് വന്ന കുട്ടികൾക്ക് എന്ന് മാത്രം പറയാം. ഒരൊറ്റണം ക്വാളിഫൈ ചെയ്യില്ല, പ്രശ്നം കഴിഞ്ഞു. അവിടെ അവനൊക്കെ കിട്ടുന്നത് 100 മാർക്കായിരിക്കും, 100 പോലും കിട്ടില്ല, മൈനസ് ആയിരിക്കും. ആ 20 മാർക്ക് ഗ്രേസ് വന്ന് എത്രയല്ലേ ഉള്ളൂ. അങ്ങനെ പറയിപ്പിക്കണം നമ്മൾ പ്രസിഡന്റിനെ കൊണ്ട്. അവിടെയാണ് നമ്മുടെ ബ്രാഞ്ചിന്റെ കഴിവ് നമ്മൾ കാണിക്കേണ്ടത്. സ്റ്റേറ്റ് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടുള്ള എൻ്റെ ഇതാണ് റിക്വസ്റ്റാണ്. സർ, അതെന്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ നീറ്റ് പോലെ ഒരു എക്സാമിൽ ഒരു 10 മാർക്ക് ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തന്നാലും ഞങ്ങൾ ഒരിക്കലും പാസ്സാവത്തില്ല. ഞങ്ങളൊക്കെ വെറുതെയാണ് പഠിക്കുന്നത്, ഞങ്ങൾക്കൊന്നും പഠിക്കാനൊന്നും കഴിവില്ലാത്തവരാണെന്നാണ് അതിൽ പറയുന്ന സാരം. ഇത് ഇങ്ങനെ നമുക്ക് വേണ്ടി എക്സാം നടത്തുന്നത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള മട്ടിൽ നമ്മൾ ഒരിക്കലും ഇവിടെ പഠിപ്പിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അത് കേട്ടിട്ട് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഇതുവരെ ഒന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും അറിയാത്ത ഒരു ഡോക്ടറാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങൾ വന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു പ്രഷർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തിനാ പോയേ, നിങ്ങൾ എന്തിനാ വെറുതെ കടം മേടിച്ചൊക്കെ പോയേ, നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, വേറെ വല്ല കോഴ്സിനും പഠിക്കായിരുന്നില്ലേന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളാരും അങ്ങോട്ട് പോവില്ല. ഇവിടെ നീറ്റ് എക്സാം പാസ്സാവാത്തവരാരും അവിടെ പഠിക്കാനും പറ്റത്തില്ല. ദയവ് ചെയ്ത് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള മട്ടിൽ വേറെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സിൻസിയറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് വന്നാൽ മതി. സർ, ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എവിടെയാണെങ്കിലും പഠിക്കേണ്ടവർ പഠിക്കുന്നുള്ള ഒരു ബോധം
നമ്മൾ ഹയർ ഒഫീഷ്യൽസിൽ ഉണ്ടാവണം സർ. സർ ദയവ് ചെയ്ത് ഇതിനു വേണ്ടി ഒന്ന് 2 വാക്ക് സംസാരിക്കണം, ഇതിന് എന്താ പറയുക, ഇതിൻ്റെ ഒഫീഷ്യൽസിൻ്റെ അടുത്ത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒന്നുകിൽ ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലായി ട്രാൻസ്ഫർ അത്ര സ്യൂട്ടബിളായിട്ട് നടക്കുന്നൊരു കാര്യമല്ല എന്നുള്ളത്. പക്ഷേ എങ്ങനെയെങ്കിലും അങ്ങനെ ട്രാൻസ്ഫറിന് പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനത്തെ ഒഫീഷ്യൽസിൻ്റെ ഡിസ്ക്രിമിനേഷൻ സഹിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനോ ഒരുപാട് FMG ഡോക്ടേഴ്സിന് പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ പഠിക്കും കൂടി ചെയ്യുമ്പോൾ കോവിഡായ സമയത്ത് ഞങ്ങളിവിടെ ഒബ്സർവേഷനിൽ നിന്നിരുന്നു. കോവിഡായപ്പോൾ ഞങ്ങളിവിടെ പെട്ടുപോയി. ലൈക്ക് ഒരു 8 മാസത്തോളം ഞാനിവിടെ നാട്ടിലായിരുന്നു. അന്നൊന്നും ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിവിടെ നിന്നു. പക്ഷേ അന്ന് ഞങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താം, ഇതൊരു ഇഷ്യൂ ആവരുത്, പക്ഷെ ഞാൻ പറയുന്നതെന്നുള്ളൂ. TP സക്രിയ സർ, അദ്ദേഹം ഒരു കോവിഡിന് ഇങ്ങനെ നമ്മൾ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് FMG ഡോക്ടേഴ്സും ഇതിന് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഒന്നും വേണ്ടാന്ന്. അതായത് നാട്ടിൽ FMG എക്സാം പാസ്സായി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിനോട് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ നമുക്ക് ലൈക്ക് ഞങ്ങൾക്കത് മനസ്സിലാവും, എത്രത്തോളം ഇവിടുത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പറയാൻ ഒരുപാടുണ്ട് സർ, പക്ഷേ ഒരു മിനിറ്റ്. സമയം കഴിഞ്ഞു. താങ്ക് യു. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവരോട് ഉന്നയിച്ചത്. പക്ഷെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ഏത് ഉദ്യോഗസ്ഥനാണ് എവിടെ വെച്ചാണ് എന്നത് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് അതിനെ തുടർ നടപടികൾ സ്വീകരിക്കാം. തീർച്ചയായും ഉക്രൈൻ വിദ്യാർത്ഥികൾ രണ്ടാം തരക്കാരായിട്ട് ഞങ്ങളൊരിക്കലും കണ്ടില്ല. ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചത്. അപ്പോൾ തരാനുള്ള പരസ്യമായി പറയാൻ വേണ്ടി എഴുതി തന്നാൽ മതി. അല്ല സർ, ഞാനതൊരു പ്രശ്നമാവേണ്ടതെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പൊതുവേ ഉള്ളൊരു ധാരണ, അതൊരു IMAയുടെ പെരുമ്പാവൂരുള്ള ഹെഡാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരരുത്. പക്ഷെ പൊതുവേ ഉള്ളൊരു ധാരണ അങ്ങനെയാണ് സർ. But when you are raising an issue in public, it will be an issue. Okay sir. Maybe I can show you that one. Don't worry about it. Okay. ഒന്നുമില്ല, ഇങ്ങനെയുള്ളൊരു ധാരണ ഒന്ന് മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ സർ. ഓക്കെ. താങ്ക് യു. അടുത്ത ഓൺലൈനിൽ ഒരാൾ കൂടി പങ്കെടുക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പോട്ട് വരാം. ഐശ്വര്യ. Good afternoon, sir. ഞാൻ മിത്ര, VN കരാസനിലെ 3rd year MBBS സ്റ്റുഡൻ്റ് ആണ്. ആസ് ഓഫ് മൈ ഫ്രണ്ട് സെഡ് 3rd year ഫൈനലാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്, ക്രോക്ക് 1 എക്സാം. ഇപ്പോഴാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം October 4th and 5th യുക്രൈൻ അത് നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല അവർ ഇപ്പോൾ ഈ വാർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ആണെന്നാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓൺലൈൻ ആവാനുള്ള സാധ്യതകളും കുറവാണ്. അങ്ങനെയുള്ള കേസ് വരുമെന്ന് വെച്ചാൽ ഇപ്പോൾ ജൂണിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ വിൽ ഹാവ് ടു ഗോ ബാക്ക്. അപ്പോൾ ഗോ ബാക്ക് ചെയ്യണമെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ TR ഇല്ല. എനിക്ക് അവിടെ TR മിസ്സായി യുക്രൈനിൽ വെച്ചിട്ട്. എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾക്ക് അത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ TR ഇല്ലാതെ ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പുതിയ വിസ എടുക്കണം. പുതിയ വിസ എടുക്കാൻ അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 75,000 rupees ഒക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വരുമ്പം ഞങ്ങൾ ഒരു ഇയർ ബാക്ക് എടുക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ വരില്ല. കാരണം ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല കേരള ഗവൺമെൻറ്റിനായാലും സെൻട്രൽ ഗവൺമെൻറ്റിനായാലും അബൌട്ട് അവർ എഡ്യൂക്കേഷൻ. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു TR ഞങ്ങൾ പുതിയ വിസയുടെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് ഇവിടുത്തെ എങ്ങനെയെങ്കിലും വേഗം ഒരു തീരുമാനം എടുക്കണമെന്ന് പറയണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ സ്റ്റുഡൻസ് യുക്രൈനിലുള്ള സ്റ്റുഡൻസിന്
ഒരുമാതിരി ഞങ്ങൾ ഒന്നും അറിയാതെ ഇവിടെ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ബിക്കോസ് എന്നെക്കാളും കുറവുള്ള മാർക്കുള്ള കുട്ടികൾ വരെ ഇവിടെ ഗവൺമെൻറ് കോളേജ് പഠിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ റിസർവേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടല്ല പറയുന്നത്. അതായത് നമ്മൾ മെഡിസിൻ പോലത്തെ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പം അതിൻ്റെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പ്യോർലി ബേസ്ഡ് ഓൺ മെറിറ്റ് ആയിരിക്കണം. പക്ഷെ അവിടെ റിസർവേഷൻ വരുന്നു. ഓക്കെ, റിസർവേഷൻ വേണം ബിക്കോസ് ഫിനാൻഷ്യലി വേണം. അപ്പം എന്ന് പറഞ്ഞാൽ മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ കൊടുക്കൂ. അഡ്മിഷൻ അവർ വരുന്ന സമയത്ത് ഫിനാൻഷ്യലി അവർ ഹെൽപ്പ് ചെയ്യാമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ റിസർവേഷൻ എഗെയിൻസ്റ്റ് അല്ല. ബട്ട് ഇതുപോലത്തെ ഒരു എക്സാം ആകുമ്പോൾ അത് മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം. ഐ നോ അത് നമ്മളെ കേരള ഗവൺമെൻറ് മാത്രം തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ആണ്. ബട്ട് അതുകൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നു. താങ്ക് യു. ഹലോ സർ. സർ, എൻ്റെ പേര് അമൻ എന്നാണ്. ഞാൻ ബൊഗോമോൾ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ യുക്രൈനിൽ, അതായത് വോർ കഴിഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ട് പോലും ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം ആവുകയാണ്. അപ്പോൾ ഈ 2 മാസം 2.5 മാസത്തോളം ആവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആസ് വി ആർ മെഡിക്കൽ സ്റ്റുഡൻസ് നമുക്ക് ക്ലിനിക്കൽസ് യുക്രൈൻ ഹോസ്പിറ്റൽസിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ക്ലിനിക്കൽ പ്രാക്ടീസസ് ഉണ്ടായിരുന്നു പല സബ്ജക്റ്റും, ഇൻറ്റേർണൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, അങ്ങനെ കുറേ സബ്ജക്ട്സിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതുമാത്രമല്ല, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ നമ്മൾ ഒബ്സർവേറ്ററി പ്രാക്ടീസിനായിട്ട് പല ഹോസ്പിറ്റലിലും പോയപ്പോൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ അതായത് താലൂക്ക് ആശുപത്രിയിൽ പോയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ സ്റ്റുഡൻസിന് പോലും അത് അലോ ചെയ്യുന്നില്ല. അതായത് നമ്മുടെ തന്നെ ഒരു എന്താണ് ക്ലിനിക്കൽ നോളജ് നമുക്ക് ലൂസ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും ഇവിടെ പറ്റുന്നുമില്ല. ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോകുമ്പോഴും ഇവർ ആൾക്കാരുടെ തിരക്ക് കാരണവും അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ കാരണവും അവർ ഒബ്സർവേറ്ററി പ്രാക്ടീസിനും സമ്മതിക്കുന്നില്ല. ഇപ്പോൾ പല ഹോസ്പിറ്റൽസ്, ഞാൻ കോസ്മോയിൽ പോയിരുന്നു, ജൂബിലിയിൽ പോയിരുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും പോയി, അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനും പോയി. ഇവരാരും ഒബ്സർവേറ്ററി പ്രാക്ടീസിനോ ഒന്നിനും അലോ ചെയ്യുന്നില്ല. അപ്പോൾ സാർ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇനിയൊരു എന്തായാലും ഉടനെ ഇതിൻ്റെ റിസൾട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എന്തായാലും ഇവിടുത്തെ, അതായത് യുക്രൈനിൽ നിന്ന് വന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പം ഏതൊരു FMG കൺട്രിയിൽ നിന്ന് വന്ന സ്റ്റുഡൻസിനും ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ തന്നെ ഒബ്സർവേറ്ററി പ്രാക്ടീസസിന് നമുക്ക്, അതായത് ഒബ്സർവേറ്ററി പ്രാക്ടീസസോ അതായത് ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ കേസസ് പഠിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു തരണമെന്ന് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുന്നു സാർ. നമസ്കാരം സാർ, എൻ്റെ പേര് പാർവതി, BSMUവിൽ പഠിക്കുകയാണ്, 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ എനിക്ക് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ WHO സർട്ടിഫിക്കേഷനില്ലേ, അപ്പം അത് ഇപ്പോഴും യുക്രൈൻ കോളേജസിൽ വാലിഡ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻസ് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാൻ പറഞ്ഞു. സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. സെക്കൻഡ് ഒരു റിക്വസ്റ്റ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഓൺലൈനിലായിട്ട് ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ട്രൂത്ത് ഓർ ഫേക്ക്. ബട്ട് അതായത് വെസ്റ്റ് ബംഗാളിലെ സ്റ്റുഡൻസ്, അതായത് 400 മെഡിക്കൽ സ്റ്റുഡൻസിന് യുക്രൈനിൽ നിന്ന് തിരിച്ചു വന്ന കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തു എന്നൊരു ന്യൂസ് നമ്മൾ കേട്ടായിരുന്നു. അവിടുത്തെ മെഡിക്കൽ കോളേജസിൽ ഗവൺമെൻറ് അഡ്മിഷൻ കൊടുത്തതായിട്ടൊരു ന്യൂസ് കേട്ടായിരുന്നു. സോ ഇഫ് വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് എ റിക്വസ്റ്റ്, നമ്മുടെ ഗവൺമെൻറ്റും അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരം, ലൈക്ക് 5th ഇയർ വരെയുള്ള കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഉപകാരം. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ സെമസ്റ്റർ ഇപ്പോൾ ജൂണിൽ എൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ നെക്സ്റ്റ് സെപ്റ്റംബർ 1st ആകുമ്പോഴത്തേക്കും അടുത്ത സെമസ്റ്റർ തുടങ്ങും. അപ്പോൾ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളിപ്പം ഇപ്പോഴും കുറേ യൂണിവേഴ്സിറ്റീസിൽ നമ്മളിവിടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്കറിയാം നമ്മളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ റീജിയൻ, അതായത് ചെർണിവിറ്റ്സ് റീജിയൻ ഇതുവരെയായിട്ടും അറ്റാക്ഡ് അല്ല. അപ്പോൾ ഞങ്ങളുടെ കോളേജിനും ഒന്നും സംഭവിച്ചിട്ടില്ല. സോ അപ്പോൾ ഇങ്ങനെ ഒരു കേസിലാകുമ്പോഴത്തേക്കും നമ്മുടെ കോളേജ് അടുത്തതായിട്ട് ഉടനെ പറയും നമുക്ക് അടുത്ത സെം തുടങ്ങാൻ പോകണം, അത് ഓൺലൈൻ ആയിരിക്കും എന്ന് ഉടനെ പറയും. അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫീസ് കെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഉടനെ നമ്മുടെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തില്ല വെച്ചാൽ നമുക്ക് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്തൊരു അവസ്ഥയായി പോകും. സോ അത് ഭയങ്കര ഒരു ഹഡിലായിട്ട് മാറും. സോ അതിനു മുമ്പേ നമ്മുടെ അടുത്ത സെമസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് എല്ലാ കുട്ടികളുടെയും ബിഹാഫിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് സാർ. നെക്സ്റ്റ്, നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞത് ഡിസ്ക്രിമിനേഷൻ്റെ കാര്യം, അതൊരു ട്രൂ ഫാക്റ്റാണ്. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ സൊസൈറ്റിയിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പുറത്തു പോയി പഠിക്കുന്നത് കഴിവില്ലാത്തത് കൊണ്ടും നമുക്ക് +2 അധികം മാർക്ക് ഇല്ലാത്തത് കൊണ്ടും നമുക്കിവിടെ നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ
ബുദ്ധി ഇല്ലാത്തത് കൊണ്ടുമാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, നമ്മൾ FMG എക്സാം അത് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ഇൻ ഇന്ത്യ ആണ്. അത് പാസ്സായി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കപ്പാസിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണ് നമ്മൾ. അത് പാസ്സായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യാണ്. നമ്മളെ എന്തിനാണ് ഇങ്ങനെ അടിച്ചു താഴ്ത്തുന്നത് എന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ അത് പാസ്സായി നമുക്കിവിടെ വർക്ക് ചെയ്യാം. നമ്മൾ യുക്രൈനിൽ പഠിച്ചതാണെങ്കിലും തിരിച്ച് വന്ന് വർക്ക് ചെയ്യേണ്ട നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യാനുള്ളത്. സോ അപ്പം നമ്മൾ ഇന്ത്യയിലെ സിറ്റിസൺസ് ആണ്. അപ്പം നമുക്ക് ഇന്ത്യ ഇങ്ങനെ ഒരു ചെറിയൊരു ഹെൽപ്പെങ്കിലും ചെയ്യണ്ടേ എന്നൊരു ഒരു റിക്വസ്റ്റ് ഉണ്ട്. സോ എന്തൊക്കെയായാലും പെട്ടെന്ന് തന്നെ ഒന്ന് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ ലോൺ എടുത്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു സഡൻ ട്രാൻസ്ഫർ വേറൊരു രാജ്യത്തേക്കാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആലോചിക്കുന്നതുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പോളണ്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ ഷെങ്കൻ വിസ എടുക്കേണ്ടതുണ്ട്. പിന്നെ കുറേ കുട്ടികൾക്ക് അപ്പം അങ്ങനെ പല ഫോർമാലിറ്റീസ് ഉണ്ട്. സോ ഓൾ ഓഫ് എ സഡൻ ഒരു ട്രാൻസ്ഫർ ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ ഇപ്പം നമ്മളുടെ കൺട്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് തന്നെ നമുക്ക് ഒരു സീറ്റ് തരാൻ പറ്റുന്നതെന്നാണ്. അതായിരിക്കും ഇവിടെ വന്ന മിക്ക സ്റ്റുഡൻസിൻ്റെയും അഭിപ്രായം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ. ബട്ട് എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ നമ്മളെയും ഇവിടെ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ അത് കുറേ കുട്ടികൾക്ക് വളരെ ആശ്വാസമായേനെ. ലോൺ എടുത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ചും, ബിക്കോസ് അവരുടെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ലോൺ എടുത്ത കുട്ടികളുടെ കാര്യവും പ്രത്യേകിച്ച് പറയേണ്ടതാണ്. സോ എല്ലാവരുടെയും ബിഹാഫിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇതിൽ നമ്മുടെ അടുത്ത സെമസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു ആശ്വാസമായേനെ. താങ്ക് യു. നമ്മുടെ ഓൺലൈനിൽ ഏകദേശം 1000-ലധികം കുട്ടികൾ ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളും ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അവർക്കും അതിൻ്റെ ഈ ഇടവേളയിൽ ഒരാൾ കഴിഞ്ഞാൽ അവർക്കും പങ്കെടുക്കാം. ആ പേര് വിളിക്കാൻ നിൽക്കേണ്ട, അവർക്കും ഈ ഇടവേളകൾ ഒരാൾ ഇവിടുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവരിലൊരാൾക്കും ആ ചർച്ചയിൽ പങ്കെടുക്കാം. അതുകൊണ്ട് കുറേ കുട്ടികൾ സംസാരിക്കണം എന്നുള്ള ആവശ്യം നമ്മളോട് ഉന്നയിക്കുന്നുണ്ട്. ഹലോ സാർ. ഹലോ, പറഞ്ഞോളൂ, ഇവിടെ കേൾക്കാം. സാറേ, ഞാൻ ഒരു രക്ഷകർത്താവാണ്. യുക്രൈനിൽ നിന്ന് തിരിച്ചു വന്ന കുട്ടിയുടെ രക്ഷകർത്താവാണ്. കാരണം ഇതിനകത്ത് ഇതുവരെ ആരും രക്ഷകർത്താക്കൾ സംസാരിച്ചതായിട്ട് കാണുന്നില്ല. അപ്പൊ കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, കാരണം ഇപ്പൊ പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് ഗവൺമെന്റ് ഓഫ് കേരളയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ ഓർക്കുകയാണ്. നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ജീവനും കൊണ്ട് കുട്ടികൾ വീട്ടിലെത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളെ സഹായിച്ചവരെ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ നിന്ന് പോയ കുട്ടികളെ, ഉക്രൈനിൽ നിന്ന് തിരിച്ചു വന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. തെലങ്കാനയിൽ 700 കുട്ടികൾ ഉക്രൈനിൽ പോയി തിരിച്ചു വന്നു. ആ 700 കുട്ടികളെ പഠിപ്പിക്കുന്നതിന് അവിടുത്തെ മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിലെ കുട്ടികൾ തിരിച്ചു വന്നവരെ പഠിപ്പിക്കുന്നതിന് ആ സർക്കാരും തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ സർക്കാരിനെ ഇനി കൂടുതൽ ആലോചിക്കാൻ സമയം ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലൊരു കാര്യം ചെയ്താൽ അത് നന്നായിരിക്കും. എപ്പോഴും ഈ ഭരണാധികാരികളെ അവരെ മരിക്കുന്നവരെയും സ്മരിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഈ കുട്ടികളും രക്ഷകർത്താക്കളും അവരുടെ കുടുംബങ്ങളും കാണുമെന്നാണ് എൻ്റെ ധാരണ. അതിന് പോസിറ്റീവായിട്ട് സർക്കാർ നടപടിയെടുക്കണം എന്നുകൂടി എല്ലാ രക്ഷകർത്താക്കൾക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ മകനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ചില ഡിസ്ക്രിമിനേഷനെ കുറിച്ച് ഈ കുട്ടികൾ തന്നെ പറയുകയുണ്ടായി. ഈ മെഡിക്കൽ എഡ്യൂക്കേഷന് മാത്രമേ ഈ ഡിസ്ക്രിമിനേഷൻ പറയുന്നുള്ളൂ. കാരണം മറ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകുന്നവരെ തിരിച്ചു വരുമ്പോൾ അവരെ ആരും അവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാരും തള്ളി പറയുന്നില്ല. ഉദാഹരണത്തിന് എഞ്ചിനീയേഴ്സായിട്ട് പുറത്തു പോയി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് പരീക്ഷ പാസ്സായി തിരിച്ചു വരുന്നവരെ ഇവിടുത്തെ ഒരു എഞ്ചിനീയറും തിരിച്ച് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണുന്നില്ല. അതുപോലെ തന്നെ നല്ല സ്കോളർഷിപ്പോട് കൂടി പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ട് കോളേജിലൊക്കെ അധ്യാപകരായിട്ട് വരുന്നവരെ ഇവിടുത്തെ കോളേജ് അധ്യാപകരാരും തള്ളി പറയുന്നില്ല. അപ്പോൾ ഈ നിലവിലുള്ള ഡോക്ടേഴ്സിനൊരു തോന്നലുണ്ട്, ഇവിടെയുള്ള കുട്ടികളെക്കാൾ ഡോക്ടേഴ്സിനേക്കാൾ കൂടുതൽ പേര് ഒരു 10-15 വർഷത്തിന് ഇടയ്ക്ക് പുറത്തു പോയി പഠിച്ച് ഡോക്ടേഴ്സായിട്ട് വരുമ്പോൾ നമ്മുടെ പ്രാക്ടീസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ഒരു കമൻറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ എന്താ ആരും തള്ളി പറയാത്തത്?
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പോകുന്ന കുട്ടികളെല്ലാം പഠിക്കുവാനും ജീവിക്കുവാനും വേണ്ടി പോയവരാണ്. അവരെ തള്ളിപ്പറയുന്ന ഒരു സമൂഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ ഇവരെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായി നമ്മുടെ രാജ്യത്ത് പഠിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു സാർ. സാറിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ദയവായി ശ്രദ്ധിക്കേണ്ടത്, ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ കൺസേൺസ് അറിയുന്നതിന് വേണ്ടിയുള്ളൊരു വേദിയായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രക്ഷകർത്താക്കൾക്ക് തീർച്ചയായും അവരുടെ കൺസേൺസ് ഇമെയിൽ വഴി നമ്മുടെ സെല്ലിലേക്ക് അയക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഹെൽപ്പ് ഡെസ്കിൽ അയക്കാം. അത് തീർച്ചയായിട്ടും പരിഗണിക്കും. പക്ഷേ ഈ വേദി നമ്മൾ പ്രധാനമായും ഈ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കൺസേൺസ് അവരിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദയവായി ശ്രദ്ധിക്കുക. ഇതിൻ്റെ 600ഓളം വിദ്യാർത്ഥികൾ ഈ ഹാളിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഓരോരുത്തരും വീണ്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കൺസേൺസ് റിപ്പീറ്റീവ് അല്ലാതെ പറയുക. ഓരോ കൈ ഉയർന്നതനുസരിച്ച് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയതിന് ശേഷം. എൻ്റെ പേര് ആർദ്ര സുനിൽ. ഞാൻ ലിവിൽ നാഷണൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ മെയിനായിട്ടുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത്രയും എമൗണ്ട്, മെജോറിറ്റി എമൗണ്ട് മെഡിക്കൽ MBBS സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവരുടെ ഇടയിലൊരു മൈനോറിറ്റിയാണ് ഞങ്ങൾ വെറ്റിനറി സ്റ്റുഡൻസ്. ഞങ്ങളുടെ ലിസ്റ്റോ ഞങ്ങളിങ്ങനെ ഒരു സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നോ ഇവിടുത്തെ ഒരു വെറ്റിനറി ഒഫീഷ്യൽസിനോ അറിയില്ല. ഞങ്ങൾ അവരടുത്ത് മെയിനായിട്ട് ഞങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വെക്കാൻ പറയുമ്പോഴും എല്ലാം പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് ഇതുവരെ യാതൊരുവിധ ഇൻഫർമേഷനും, ഞങ്ങളിങ്ങനെ ഒരു വെറ്റിനറി സ്റ്റുഡൻസ് ഉള്ളതായിട്ടുള്ള യാതൊരു ഇൻഫർമേഷനും അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വന്നിട്ട് ലിവീവിലാണ്. പക്ഷേ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പ്രൊഫസേഴ്സിനോട് ഓൺലൈൻ ക്ലാസ് നടന്നപ്പോൾ പ്രൊഫസറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് നടക്കുന്ന കാര്യമില്ല. കാരണം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ, അതിൻ്റെ അടുത്തുള്ള ജിമ്മിൽ വരെ 600-ൽ കൂടുതൽ റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ അവിടെ വീട് നഷ്ടപ്പെട്ടവർ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോയാലും ഞങ്ങൾക്ക് എവിടെ ഇരിക്കണം ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ പല മെഡിക്കൽ സ്റ്റുഡൻസിനും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു FMG എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ഒരു ലൈസൻസ് കിട്ടാൻ. ഞങ്ങളുടെ വെറ്റിനറിയൻസിന് അതുപോലും ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് ഇപ്പം മുന്നോട്ട് വയ്ക്കുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഞങ്ങളെയും ഈ ഒരു മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ കൂടെ അവർക്ക് കൊടുക്കുന്ന അതേ കൺസിഡറേഷൻ കൊടുത്ത് ഞങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ ഒരു കൺസേണിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ ആവശ്യം. സർ, എൻ്റെ പേര് അശ്വിൻ ത്രിലോക്. ഇവാനോ ഫ്രാങ്കോസ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. എല്ലാവരും എല്ലാ വർഷത്തിലെ സ്റ്റുഡൻസിനെ കുറിച്ചും പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഇയർ, അതായത് ഈ നിയർ ഫ്യൂച്ചറിൽ പോയവരെ കുറിച്ച് അധികമൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. ഞാനിപ്പോൾ പോയിട്ട് ഡിസംബർ ഫസ്റ്റ് വീക്കാണ് ഞാൻ പോകുന്നത്. പോയിട്ട് വെറും 3 മാസമേ ആയിട്ടുള്ളൂ. യുദ്ധം തുടങ്ങി, ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ തുടങ്ങി, ഓരോന്ന് പരിചയപ്പെട്ട് വരുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി, അവിടെ പൊതുവെ യൂണിവേഴ്സിറ്റികളെല്ലാം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ക്ലാസ്സുകൾ പെട്ടെന്ന് എടുത്ത് ടോപ്പിക്സ് എല്ലാം അഗ്രിഗേറ്റ് ചെയ്ത് പെട്ടെന്ന് എടുത്ത് തീർത്തു. അതായത് സെക്കൻഡ് സെമ്മ് തുടങ്ങാൻ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഞങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ അവർ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കുട്ടികളോടെല്ലാം ഫീസ് അടയ്ക്കാൻ. എല്ലാവരും ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ലോണുകളും മറ്റതെല്ലാം എടുത്ത് ആണ് പോയത്. അപ്പോൾ അവർ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ അറിയാം, യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങോട്ട് കുറേ നാളത്തേക്ക് ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ലായിരുന്നു, സ്വിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഈ ആഴ്ച തൊട്ട് ഫീസ് അടയ്ക്കാത്ത എല്ലാവരെയും അവർ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. അവർ പറയുന്നു നിങ്ങൾ ഫീസ് അടച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാം. അതായത് ഇവിടുന്ന് പൈസ പോകാത്ത കാര്യമോ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു മാനസിക സിറ്റുവേഷനൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫീസ് അടയ്ക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററും ഞങ്ങൾക്ക് ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വരെ ആണ് സെക്കൻഡ് സെമിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല കുട്ടികളും, ഇപ്പോൾ എൻ്റെ കൂടെ ക്ലാസ്സിലുള്ളവരാണേലും ഞങ്ങളുടെ ബാച്ചിലുള്ളവരാണേലും പലരും ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് എൻ്റെ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 28 പേരുള്ള ഒരു ക്ലാസ്സിൽ ഇന്നലെ ക്ലാസ്സിൽ കയറിയത് 6 പേരാണ്. ബാക്കി 22 പേർക്കും ഫീസ് അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടുകളെല്ലാം ബ്ലോക്ക്ഡ് ആണ്, അവർക്ക് പഠിക്കാനുള്ളൊരു ചാൻസ് ഇല്ല. അപ്പോൾ പലരും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പറയുന്നത് പേരൻസിനൊരു ഭയമാണ്, ഈ ഫീസ് അടച്ച് കഴിഞ്ഞ് ഇവർ പെട്ടെന്ന് ഈ ക്ലാസ് എടുത്ത് തീർത്തു, അത് കഴിഞ്ഞ് ഇനി അടുത്ത ഇയർ അവർ പറയുകയാണ് ഓക്കെ നമുക്കിനി അടുത്ത ഇയർ അങ്ങ് തുടങ്ങാം, വീണ്ടും ഫീസ് അടയ്ക്കൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ഞങ്ങൾ ഇന്നലെ ക്ലാസ് എടുത്ത സാറ് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ല.
ഞങ്ങൾ തന്നെ എത്ര കാലം ജീവനോടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ് ക്ലാസ് എടുക്കുന്ന സാർമാർ വരെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് വരാൻ പറ്റും, അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഇനി എന്താകും എന്നുള്ളത് ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല. അപ്പോൾ കഴിവതും നിങ്ങൾ ഈ വർഷം നിങ്ങളിപ്പോൾ പൈസ അടയ്ക്കൂ, നിങ്ങൾ ഈ വർഷം പഠിക്കൂ എന്നാണ് സാർമാർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കൺസേൺ. എന്തായത് വെച്ചാൽ പല പേരൻസും ഇപ്പോൾ ഫീസ് അടയ്ക്കാൻ മടിക്കുന്നുണ്ട്. സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ആണെങ്കിൽ പോലും ഫീസ് അടയ്ക്കാൻ മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു ഇപ്പോൾ ജൂലൈ 18-ാം തീയതി അടുത്ത നീറ്റ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പല പേരൻസും ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് പോയ സ്റ്റുഡൻസിനോടെല്ലാം പറയുന്നത്, നിങ്ങൾ 3 മാസമല്ലേ പോയുള്ളൂ നിങ്ങളുടെ, അല്ലെങ്കിൽ 6 മാസമല്ലേ പോയുള്ളൂ നിങ്ങൾക്ക് അടുത്ത നീറ്റ് എക്സാം എഴുതിക്കൂടെ എന്ന് പല പേരൻസും നിർബന്ധിക്കുന്നു. വിത്തിൻ എ ഷോർട്ട് നോട്ടീസ്, ഇപ്പോൾ ഒരു 2-3 മാസത്തെ ഈ ഒരു കാലയളവ് കൊണ്ട് നമ്മളൊരു അടുത്ത പരീക്ഷ എഴുതാനാണേലും ശരി, ഇനി നമ്മുടെ പഠിക്കുന്ന സബ്ജക്ട്സ് അതിൻ്റെ ഒരു ഹാർഡ്നെസ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ആണെങ്കിലും ശരി MBBSന് എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ആ പഠിക്കുന്ന സബ്ജക്ട്സിൻ്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് ഇത് രണ്ടും കൂടെ തുല്യം ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല. എല്ലാ സ്റ്റുഡൻസും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പ്രത്യേകം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺസെഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഹലോ സാർ, എൻ്റെ പേര് അമൽ. ലിവിയിലും നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. മൈക്ക് അടുപ്പിച്ച് പിടിക്കുമോ? ഇവിടെ ഇപ്പോൾ എല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെയും വെറ്റിനറി സ്റ്റുഡൻസിൻ്റെയും കാര്യമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് നേഴ്സിംഗ് സ്റ്റുഡൻസ് കൂടെ ഉണ്ട്. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പരിഗണനയിലെടുക്കണം. ഇതുവരെ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ആ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് മുഹമ്മദ് അസ്ലം. ഞാൻ VNMU തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ട്രാൻസ്ഫർ ഓരോ ഓപ്ഷൻ അല്ല. ഒരിക്കലും ഇതിനെ നെയ്ബറിങ് കൺട്രീസിലേക്കോ വേറൊരു കൺട്രീസിലേക്കോ നമ്മൾ അയക്കുമ്പോൾ ഇതുവരെ നമ്മൾ വന്നതിനോടുള്ള ഒരു തുല്യമായൊരു ഏർപ്പാട് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. സോ അതിൻ്റെ കാരണങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. സോ ട്രാൻസ്ഫർ ഒരു ഓപ്ഷൻ അല്ല. ഇവിടെ ഇന്ത്യയിൽ തന്നെ അഡ്മിഷൻ വേണമെന്നാണ് എൻ്റെയും ഇവിടെ ഇരിക്കുന്ന മിക്കവരുടെയും ഒരഭിപ്രായം. സോ ഇന്ത്യയിൽ തന്നെ ഞങ്ങളിവിടെ പഠിക്കും എന്നുള്ള ഒറ്റ വിശ്വാസം കൊണ്ട് വന്നവരാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഞങ്ങളെ തിരിച്ചു വിളിച്ചു. ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഇതിൻ്റെ ഒരു പരിഹാരം കിട്ടും, ഉണ്ടാവണം എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷ എല്ലാം ഇവിടെ ഉണ്ട്. സോ അതൊരു പോയിൻ്റാണ്. പിന്നെ ആ ഒരു ഡിസിഷൻ നമുക്ക് വേണ്ടത് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനൊരു ഡിസിഷൻ വേണം. കാരണം അടുത്ത സെമ്മിലേക്കുള്ള ഫീ പേ ചെയ്യാൻ വരെ ഇപ്പോൾ ഡിസ്കഷൻ തുടങ്ങി അവിടുത്തെ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമുക്ക് അതിനൊരു തീരുമാനം ആ ഒരു സമയത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഒരുപാട് ലേറ്റായി പോവും. പിന്നീട് നമുക്ക് ഒരു ഇയർ ബാക്ക് ഒഴിവാക്കാനും ഒരു സെം ബാക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പോഴേ പറയുന്നത്. പിന്നെ ഇവിടെ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് പോയവരാണ് എല്ലാവരും. സോ വേറൊരു എക്സാമിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നീറ്റ് എക്സാമിനേഷൻ വെറുതെ ചെന്ന് പാസ്സായവർ എന്നല്ല, പഠിച്ചിട്ട് തന്നെ നല്ല കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലോണം പഠിച്ചിട്ട് തന്നെയാണ്. അത് അത്യാവശ്യം റാങ്കൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് ക്വാളിഫൈ ചെയ്യാനും അത്യാവശ്യം തലയൊക്കെ വേണം. സോ അതൊരു ഭയങ്കര ഒരു പോയിന്റ് ആയതുകൊണ്ട് ഇനി വേറൊരു എക്സാമിനേഷൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഹലോ ഹലോ സോ എൻ്റെ പേര് ബെർലിൻ ജേക്കബ്. ഞാൻ കീവ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. സോ ഐ ഹാവ് എ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓൺലൈനിലുള്ള കുറേ എൻ്റെ ഫ്രണ്ട്സ്, വാച്ച് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് അയച്ചതാണ്. സോ അവർക്ക് ഒരു ചാൻസ്. ഓക്കെ, ഹലോ. ഓൾറൈറ്റ്, സോ എൻ്റെ പേര് ബെർലിൻ ആൻഡ് ഞാൻ കീവ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. സോ ഓൺലൈനിൽ ഉള്ള കുറേ ഫ്രണ്ട്സ് എനിക്ക് അയച്ച കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് ക്വയറീസും കൂടെ ചേർത്തൊരു ലിസ്റ്റ് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തിങ്, നമുക്ക് ആദ്യം കോവിഡ് വന്ന് അപ്പം കുറച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ വാർ വന്നപ്പം അതിൻ്റെ പരമായിട്ട് കുറേ ഓൺലൈൻ ക്ലാസ്സുകൾ. ഇപ്പം ചൈനയിൽ വന്ന കുറച്ച് പിള്ളേർക്ക് ഓൺലൈൻ ഇത് കാരണം MCA എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ അവർ പെടുത്തുന്നില്ല എന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഹൗ വിൽ വി ബി അലോട്ടഡ് ടു ഡു ഇറ്റ്? കാരണം നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സേ ഉള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല.
ആൻഡ് പൊതുവെ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്തുവാണ്, യുദ്ധം കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോവോ? ബട്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു ചാൻസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ദ. എസ്പെഷ്യലി നേരത്തെ പ്രസൻറ്റേഷൻ പറഞ്ഞപ്പം ഒരു റേഷ്യൽ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അറ്റ് ദി സെയിം ടൈം അവർ ഐസ്ക്രീം ട്രക്സിലൊക്കെ ആയിരുന്നു അവർ AK-47 സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. സോ അറ്റ് എനി പോയിന്റ് അവർക്ക് എന്തെങ്കിലും ഇഫ് ദേ ഫീൽ എനി സോർട്ട് ഓഫ് റേഷ്യൽ ചാർജ് നമ്മുടെ അടുത്തേക്ക്, ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ. സോ ആർക്കും അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു സേഫ്റ്റി മൈൻഡ് സെറ്റ് ഇല്ല, ആർക്കും അതിനുള്ള ഒരു ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് തിങ്, ആസ് ഫോർ മൈസെൽഫ്, ഞാൻ ഒരു 5th ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. നെക്സ്റ്റ് ഇയർ 5th ഇയർ കഴിയും, നെക്സ്റ്റ് മന്ത് 5th ഇയർ കഴിയും. ആൻഡ് ദെൻ ഇറ്റ്സ് എ ലാസ്റ്റ് ഇയർ. അപ്പം നമുക്ക് ഇവിടെ തന്നെ കണ്ടു ചെയ്യാനൊക്കെ ഒരു ടെമ്പററി ഓപ്ഷൻ പറ്റത്തില്ല. 3rd ഇയർ എസ്പെഷ്യലി കഴിഞ്ഞവർക്ക് ഒരു ടെമ്പററി ആയിട്ടൊരു ഓപ്ഷൻ വരുന്ന ഇറ്റ് വിൽ ബി എ ബാഡ് മാർക്ക് ഓൺ ദർ അക്കാഡമിക്സ്. ഫ്യൂച്ചർ ഞാൻ നോക്കുമ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് കയറുവാണെങ്കിലും എന്തുകൊണ്ടാണ് കോളേജ് ഇവിടെ മിസ്സായത്, അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ വരും. സോ അതിന് ഒരു റെമഡി എന്തെങ്കിലും ഉണ്ടോ? ആൻഡ് നെക്സ്റ്റ് തിങ്, വാട്ട് വുഡ് ബി ദി റെസ്പോൺസ് ഓഫ് അതോറിറ്റീസ് to the future of the students returned from Ukraine? അവർ സീറ്റ്സ് ഇന്ത്യ തന്നെ കൊടുക്കുവാണോ ഓൺ ദി ബേസിസ് ഓഫ് എനി എക്സാമിനേഷൻ, അതോ ക്ലിനിക്കൽ പരമായിട്ടുള്ള റിലേഷൻസ് വെച്ച് സ്റ്റുഡൻസ് തന്നെ കണ്ടുപിടിക്കണോ എന്നുണ്ട്. നെക്സ്റ്റ് തിങ്, എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഫൈനൽ FMG എക്സാമിൻ്റെ അവിടെ എക്സംഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ആൻഡ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, ഫൈനൽ ഇയറിൽ ഓൾറെഡി ഉള്ള, എനിക്കിപ്പം ചോദ്യങ്ങൾ അയച്ച് 6th ഇയറിലുള്ള സ്റ്റുഡൻസ് ആണ്. 6th ഇയർ ഓൾമോസ്റ്റ് കഴിയാറായ സ്റ്റുഡൻസ് ആണ് ഈ ചോദ്യങ്ങൾ അയച്ചത്. സോ അവർക്ക് 6th ഇയറിൻ്റെ ഫൈനൽ എക്സാം എന്തായാലും ഇറ്റ് വിൽ നോട്ട് ബി ഓഫ്ലൈൻ, ഇറ്റ് വിൽ ബി ഓൺലൈൻ, റൈറ്റ്? അത് എന്തുമാത്രം വാലിഡ് ആവും, അതിൻ്റെ ഫ്യൂച്ചർ അവർ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഉള്ളൊരു ചോദ്യമാണ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്. 6th ഇയറിലുള്ള സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാനായിട്ട് is there any aid from medical, from our medical council, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യാൻ നോക്കും എന്നൊരു ചോദ്യം ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മ്യൂച്വൽ ഫ്രണ്ട് ഓഫ് മൈൻ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ കയറി, ഇങ്ങനെ ക്ലർക്ക്ഷിപ്പ് ലൈക്ക് ഒബ്സർവിന് വേണ്ടി കയറി. സോ അവിടെ ഉള്ള ഡോക്ടർ ഹീ സെഡ്, നിങ്ങൾ പഠിക്കുന്ന കോളേജിലെ സിലബസ് ഞങ്ങളുമായിട്ട് വളരെ ഡിഫറെൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. വി കവർ ഓൾ ദി സബ്ജക്ട്സ്, നോട്ട് ഓൾമോസ്റ്റ് ഓൾ ദി സബ്ജക്ട്സ് കവർ ചെയ്യും. നേരത്തെ കുറേ സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനെല്ലാം സബ്ഡിവിഷൻ ഉണ്ട്. നമ്മളിപ്പം പീഡിയാട്രിക്സ് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് പ്രോപീഡിയാട്രിക്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സിംഗ് പീഡിയാട്രിക്സ് ഉണ്ട്, നഴ്സിംഗ് കെയർ ഉണ്ട്, അത് കഴിഞ്ഞ് എവറി സബ്ജക്ട് ഹാസ് എ സബ്ഡിവിഷൻ. അതെല്ലാം നമ്മൾ ഓരോ സെമസ്റ്ററിൽ ക്ലിയർ ചെയ്താണ് മുമ്പോട്ടേക്ക് പോകുന്നത്. സോ വി ആർ ആക്ച്വലി സ്റ്റഡിങ്. ബട്ട് റീസെൻ്റ്ലി because of our situation, I don't know if it's fate or എന്താണ്, but anyway it happened and we are having online classes. അതുകൊണ്ട് എത്ര എന്ന് പറഞ്ഞാലും ഓഫ്ലൈൻ്റെ അത്രയും എഫക്റ്റീവ് ആവത്തില്ല, അത്രയും എക്സ്പീരിയൻസും കിട്ടത്തില്ല ഓൺലൈൻ ക്ലാസ്സിൽ. സോ അതിൻ്റെ ആയിട്ടൊരു ഡ്രോബാക്ക് ഉണ്ട്. സോ അറ്റ് ദി സെയിം ടൈം ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞ് നിങ്ങൾ സർജറിക്ക് കയറ്, സർജറി ചെയ്യുമ്പം സർജറി റൂമിൽ കയറ്, യു വിൽ ഗെറ്റ് സം ഇൻഫർമേഷൻ. കയറാൻ പോകുന്നേരം ആ പറഞ്ഞ ഡോക്ടർ തന്നെ അലോ ചെയ്തില്ല, പറഞ്ഞ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നതല്ല, അപ്പോൾ ഇവിടെ കയറലാണ്. സോ ദേ ദംസെൽഫ് ആർ സ്വിച്ചിങ് വേർഡ്സ്. അതുകൊണ്ട് നമുക്ക് അതിലേക്കൊരു ഷ്യൂരിറ്റി വേണം വെൻ ദി ഗവൺമെൻറ് ഈസ് ഓഫറിങ് ഫോർ ദി ഹെൽപ്പ്, അത് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ചെയ്തതിനല്ല എല്ലാത്തിനും വളരെ നന്ദി. ഞാനിപ്പം പറഞ്ഞ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഡിമാൻഡ്, ഇറ്റ്സ് ലൈക്ക് എ റിക്വസ്റ്റ്, ബിക്കോസ് ഞങ്ങളുടെ സിറ്റുവേഷൻ ഈസ് ആക്ച്വലി വേഴ്സ്. ഞങ്ങളെല്ലാം ഇവിടെ സന്തോഷത്തിലും, ഈവൻ ദോ വി പ്രിറ്റൻഡ് ടു ബി ഹാപ്പി, ഡീപ് ഡൗൺ വി ആർ saddened, like we are our emotions are not overwhelmingly displayed, അത്രേ ഉള്ളൂ. സോ ചെയ്തതിനെല്ലാം നന്ദി. ഇത്രയും കൊണ്ടുവന്ന് ഇനിയും അങ്ങോട്ടേക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ ഇംപ്ലോർ ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഏകദേശം നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിക്കാറായി വരികയാണ്. ഇപ്പം ഉയർത്തിയ കുറേ അധികം വിഷയങ്ങൾ, വിവിധ കോഴ്സുകളിൽ നിന്നും ഉയർത്തിയ വിവിധ വിഷയങ്ങൾ നമ്മളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഓൺലൈനിൽ നിങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മറുപടി നമ്മൾ പറയുന്നുണ്ട്. ഏതായാലും ഏതെങ്കിലും കുട്ടികൾക്ക് വ്യത്യസ്തമായി, ഇതുവരെ ഉന്നയിക്കാത്ത വ്യത്യസ്തമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് കൈ ഉയർത്തി നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. ഹലോ സാർ. ഹലോ സാർ, എൻ്റെ പേര് ശ്യാം. ഞാൻ ഒഡീസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 5th ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ
അവർ ഒരു പ്രസ് കോൺഫറൻസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് 6th year സ്റ്റുഡൻസ് will undergo internship in government colleges as per norms. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഏത് കോളേജിൽ എത്ര പേര് എന്ത് ചെയ്യുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു പ്രസ് കോൺഫറൻസ് നടത്തി. അതുപോലെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എപ്പോഴാണ് ഇങ്ങനെയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രസ് കോൺഫറൻസ് നടത്തി നമുക്കൊരു അഷ്വറൻസ് തരിക എന്നുള്ളൊരു എനിക്കൊരു ഡൗട്ടാണ്. സോ അങ്ങനെ ആകുമ്പം ഞങ്ങൾക്കും ഒരു അഷ്വേർഡ് ആയിരിക്കും ഞങ്ങളിവിടെ പഠിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവർ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ 800 or 400 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് 3700 സ്റ്റുഡൻസോളം ഉണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് കേരള അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കറക്റ്റ് കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡീറ്റെയിൽ ഒരു പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സീൽ പേപ്പറിൽ നമുക്ക് അറിയിക്കുമായിരുന്നെങ്കിൽ അത്രയും നല്ലൊരു ഹെൽപ്പായേനെ എല്ലാ സ്റ്റുഡൻസിനും. താങ്ക് യു. പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് നദ്വ. ഞാൻ ഫസ്റ്റ് ഇയർ ബോഗോമോളജ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ജൂണിൽ തീരും ഈ എല്ലാ കാര്യങ്ങളും. ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമ്മൊക്കെ തീരാനായി. പിന്നെ ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. NMC ആഗ്രഹിച്ചാൽ ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാൻ ബോഗോമോളജ് നാഷണൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ കാരണം ഈ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എന്നെ അപ്രൂവൽ ഉണ്ടെന്ന് വരെ തീരുമാനിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രാൻസ്ഫർ നടന്നാൽ നമ്മൾ ആ കോളേജിൻ്റെ ലെവൽ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ഈ ഒരു സഡൻ ചേഞ്ചാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയെ തന്നെ കിട്ടാൻ അനുവദിക്കണം എന്നാണ് കാരണം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഉക്രൈനെ സഹായിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് എല്ലാവരും സഹായിക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് അവിടെ ചെന്നുള്ള സെക്യൂരിറ്റി ഒരു ഇതുമില്ല. റഷ്യ എപ്പോൾ വേണമെങ്കിലും അവർ അറ്റാക്ക് ചെയ്യാം, അങ്ങനെയുള്ളൊരവസ്ഥയായിരിക്കാം. അതുകൊണ്ട് ഇന്ത്യയാണ് ഏറ്റവും സേഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ത്യയിൽ തന്നെ കോളേജ് എനിക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി. താങ്ക് യു. പിന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നോർക്കെ റൂട്ട്സിൽ നിന്ന് എനിക്ക് നല്ലോണം സഹായം കിട്ടിയിട്ടുണ്ടായി. വാറിൻ്റെ സിറ്റുവേഷനിലെ ഇവാക്വേഷന് വേണ്ടിയിട്ട് വരാൻ. അതിനും ഞാൻ നന്ദി അറിയിപ്പിക്കുന്നു. ഹലോ സാർ, എൻ്റെ പേര് ആൻ്റണി തോമസ്. ഞാൻ ഒഡേസയിൽ 4th year സ്റ്റുഡൻ്റാണ്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ ചോദ്യമായിട്ടല്ല, ബട്ട് എല്ലാവരുടെയും ഇത് വെച്ച് പറഞ്ഞത് വെച്ച് നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒറ്റ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് ഇന്ത്യയെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമിന് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടതെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ FMG എഴുതുന്നത് പോലെ ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനല്ല, ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഒരു തീരുമാനം, അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് കുറച്ച് പേർക്ക് കിട്ടി കുറച്ച് പേർക്ക് കിട്ടിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്ത് ഫ്യൂച്ചർ സെക്യൂർ ആക്കണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഒരു നടപടി എടുക്കണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഹായ്, ഐ ആം സൂരജ്. ഒഡേസയിലെ പഠിക്കുന്നത് 5th year സ്റ്റുഡൻ്റാണ്. സർ, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് അബൌട്ട് അവർ സർട്ടിഫിക്കറ്റ്സ്. ലൈക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് തരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുള്ള മാർക്ക് ലിസ്റ്റ് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്ന് എക്സ്പെൽ ആവണം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഗ്രാജുവേറ്റ് ആവണം, അല്ലാണ്ട് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇനി ഏറ്റവും ഇതുവരെ ഉന്നയിക്കാത്ത വിഷയങ്ങളാണ് ഉള്ളതെങ്കിൽ പെട്ടെന്ന് 1-2 പേര്. എൻ്റെ പേര് ഫഹദ് റഹ്മാൻ, ബോഗോമോളജ് 3rd year സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ട്രാൻസ്ഫറിനെ കുറിച്ച് കുറേ പേര് പറഞ്ഞു. ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജസ് ഉള്ളത്. അപ്പം ഇന്ത്യയിൽ അറൗണ്ട് 600+ മെഡിക്കൽ കോളേജസ് ഉണ്ട്. അപ്പം ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യം 20-30 മെഡിക്കൽ കോളേജുള്ള വേറൊരു രാജ്യത്തോട് അവർക്ക് ട്രാൻസ്ഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് അത് ചെയ്തുകൂടാ എന്നുള്ളൊരു വെറും ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം
ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞു, ഡിസ്ക്രിമിനേഷൻ അതുപോലെ ഫുള്ളാന്നൊക്കെ ഉള്ള ഒരു കാര്യം. അതിപ്പം NMCയുടെ ഒരു റൂൾ വന്നാൽ ഒരു ഹോസ്പിറ്റലിനും ഒരു അസോസിയേഷനും അതിനെ എതിർത്ത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും ഞങ്ങളുടെ കൂട്ടുകാരടക്കം പല ഹോസ്പിറ്റൽസിൽ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനൊരു യുദ്ധം പോലെ യുക്രൈനിലൊരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മാക്സിമം ഇന്ത്യയിൽ തന്നെ ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുക. കാരണം ഞങ്ങൾ ഇന്ത്യൻ സിറ്റിസൻസ് ആണ്. ഞങ്ങളെ വേറൊരു രാജ്യത്ത് സേഫ്റ്റി ഇല്ലാത്ത വേറൊരു രാജ്യത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജസ് ഉള്ള ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡീസ് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ മാക്സിമം ഏറ്റെടുക്കുക. കാരണം പല പ്രൈവറ്റ് ഏജൻസീസും പ്രൈവറ്റ് ബോഡീസും ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം മാക്സിമം ഞങ്ങളെ കൊണ്ടുവന്ന ഇന്ത്യ തന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ മാക്സിമം സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യം മാത്രം പറയാനുള്ളൂ. താങ്ക് യു. ഇനി ഒരാൾ കൂടി. എക്സ്ക്യൂസ് മീ, ഒരു ബിപിൻ ജോർജാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് ക്രോക്ക് ഓൺലൈനായിട്ട് നടത്തും, അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ്സ് ഓൺലൈനായിട്ട് തരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസംബറിലാണ് MC എക്സാം വരുന്നത്. പക്ഷേ സാധാരണ രീതിയിലൂടെ MC എക്സാം എഴുതിയാലും കേരളത്തിൽ മാത്രം ഒരു 6 മാസം ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇൻറ്റേൺഷിപ്പിന് അവർ അലോട്ട് ചെയ്യാറുള്ളൂ. പല പല ഡോക്യുമെൻറ്റ്സ് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ്. ബാക്കി സംസ്ഥാനങ്ങളിൽ ഡൽഹി അതുപോലെ സംസ്ഥാനങ്ങളിലെല്ലാം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വന്നാൽ അവർക്ക് അപ്പോൾ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇങ്ങനെ ഇപ്പോൾ യുദ്ധം കൂടെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് അവിടുന്ന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കേരളം ആവശ്യപ്പെടുമെന്നും അറിയില്ല. അതുകൊണ്ട് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് അവിടുന്ന് ഏതൊക്കെ കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ടും ഈ ഡ്യൂറേഷൻ ഗ്യാപ്പ് എത്രത്തോളം ഇനി നീളുമെന്ന് അറിയില്ല. അതുകൊണ്ട് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ്സ് ഇവർ പറയണതിൽ എന്തെങ്കിലും കുറച്ച് നമുക്ക് എക്സാം എഴുതി പാസ്സായാൽ അപ്പം തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കി തരികയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരാൾ കൂടി. ഹലോ സാർ, എൻ്റെ പേര് അതുൽ തോമസ് ആണ്. ഞാൻ വിനിറ്റ്സിയ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്. എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, യുക്രൈനിന് ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. കാരണം അവിടുത്തെ സാധാരണ സിറ്റിസൻസിന് തന്നെ ഗവൺമെൻറ് ആംസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആംസ് ഉപയോഗിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് ഗവൺമെൻറ് ആംസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് അവിടുത്തെ ക്രിമിനൽസുകൾ ഒരുപാട് പേര് റിലീസ് ചെയ്തിട്ടുണ്ട് റഷ്യക്കെതിരെ അവരുടെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് താരതമ്യേന ക്രൈം റേറ്റ് വർദ്ധിപ്പിക്കും. നമ്മൾ ഇന്ത്യൻസിനോട് അവർക്ക് വിരുദ്ധത നമ്മളിവിടെയുള്ള എല്ലാവരും അത് അനുഭവിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് പോകുന്ന എല്ലാവരും ഏകദേശം 30 ലക്ഷം രൂപയോളം തന്നെ യുക്രൈനിൽ നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഏതാണ്ട് ഈ പൈസക്ക് സംഭവം നമുക്കൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ഈ 30 ലക്ഷം രൂപ 17,000 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ട കോടികൾ നമ്മളുടെ ഭാരതത്തിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അടുത്ത കാര്യം, ചൈനയിൽ പഠിക്കുന്ന കുട്ടികൾ 2 കൊല്ലമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു. അവർക്ക് ഇതുവരെ ഓൺലൈൻ നടക്കുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് എന്തിന് പ്രിഫറൻസ് തരണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ചൈനയിൽ പഠിക്കുന്നവർക്ക് അവരുടെ യൂണിവേഴ്സിറ്റികളും അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനും കുഴപ്പം വന്നിട്ടില്ല. നമ്മളുടെ കാർക്യൂ പോലെയുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾക്കും അവിടെയുള്ള നമ്മളുടെ യുക്രൈനിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രിഫറൻസ് തരണമെന്ന് ഒരു അഭ്യർത്ഥന. ഇത് മാത്രമേ ഉള്ളൂ. താങ്ക് യു. നമസ്കാരം സർ, എൻ്റെ പേര് ദേവിക കൃഷ്ണൻ. ഞാൻ ഒഡേസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 5ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ആദ്യം തന്നെ ഞങ്ങളെല്ലാവരെയും സുരക്ഷിതരായി നാട്ടിലെത്തിച്ചതിന് ഇന്ത്യൻ ഗവൺമെൻറ്റിനോടും കേരള സർക്കാരിനോടും നോർക്ക റൂട്ട്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് പറയാനുള്ളത്, അറ്റ് പ്രസൻറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഒബ്സർവർഷിപ്പിന് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഒബ്സർവർഷിപ്പിന് നോക്കുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള പേയ്മെൻറ്റുകളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
പെർ മന്ത് 40,000 ഒക്കെ ഒട്ടും ഞാൻ ജസ്റ്റ് ഒരു ഒബ്സർവർഷിപ്പിന് വേണ്ടിയിട്ട് അത്രയും കൊടുക്കാമെന്ന് വെച്ചാൽ വിച്ച് ഇസ് നോട്ട് അഫോർഡബിൾ. സോ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഒബ്സർവർഷിപ്പിന് കയറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമ്മുടെ ചർച്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇതുവരെ പറയാത്ത എന്തെങ്കിലും വിഷയങ്ങളാണോ? ഒരാൾ കൂടി പറയാം. ഇതുവരെ പറയാത്ത വിഷയങ്ങൾ ചുരുക്കി പറയുക. നമസ്കാരം, എൻ്റെ പേര് അഖിൽ. ഞാൻ ഒഡേസ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. ഇതുവരെ ആരും പറയാത്ത 2 പോയിന്റ് കൂടെ പറയാനാണ് ഞാൻ വന്നേക്കുന്നത്. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ എവിടെ ചെന്നാലും ചോദിക്കുന്നത് നിങ്ങൾ ഏത് ഭാഷയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഏത് ഭാഷയാണ് നിങ്ങൾക്ക് അറിയാവുന്നതെന്ന്. അപ്പോൾ അത് പറയാൻ ഇപ്പം മറ്റ് രാജ്യങ്ങളെ പോലെ അവരുടെ ഭാഷ റഷ്യയിലെ പോലെ റഷ്യനിലോ ഒന്നുമല്ല, ഞങ്ങൾക്ക് ക്ലാസ് മൊത്തം ഇംഗ്ലീഷിലാണ്. യുക്രൈനിയൻ സ്റ്റുഡൻസിന് യുക്രൈനിയൻ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മളെ ഡിസോൾവ് ചെയ്യുന്നതിന് ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല. അതുപോരാത്തതിന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇയർ കുറേ പേര് നല്ല എമൗണ്ട് കൊടുത്തു. ഫസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് 10 lakhോളം വരും. അവർ ആ എമൗണ്ട് കൊടുത്ത് പേ ചെയ്തതിന് ശേഷമാണ് അവരവിടെ അഡ്മിഷൻ എടുത്തത്. അഡ്മിഷൻ എടുത്ത അപ്പോൾ തന്നെ അവരുടെ അത്രയും എമൗണ്ട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ അവരെ അഡ്മിഷൻ കൊടുത്തിട്ട് ആ ഇയർ എൻഡിങ്ങിലുള്ള എക്സാമിൽ അവർ വാല്യുവേറ്റ് ചെയ്യട്ടെ അവർ എലിജിബിൾ ആണോ അല്ലയോ എന്ന്. കാരണം ക്വാളിറ്റി അല്ല വിഷയം. കാരണം നമ്മൾ 3-4 ദിവസം മുമ്പുള്ള വാർത്തയിൽ കണ്ടു 40% മേളിൽ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ ഫെയിലായി ഇന്ത്യൻ മെഡിക്കൽ കോളേജിന്. അപ്പം ഇവരും കൂടെ എഴുതുമ്പോൾ അറിയാൻ പറ്റും ഇവർ എലിജിബിൾ ആണോ എന്ന്. ബൈ ചാൻസ് ഫസ്റ്റ് ഇയർ വരെ എഴുതിയിട്ട് പാസ്സായി ഇല്ലെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യേണ്ട, അവർ പാസ്സായി എങ്കിൽ എലിജിബിൾ ആണല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫീസിൻ്റെ കേസ് ഈ ജൂൺ 16 കൂടി നമ്മുടെ ഈ സെമ്മ് തീരുവാണ്, അടുത്ത ഇയർ തുടങ്ങുവാണ് പലർക്കും. അപ്പോൾ ഈ ഫീസ് അവർ ചോദിച്ചു തുടങ്ങും. ഇപ്പം നേരത്തെ തീരുമാനം വന്നാലേ നമുക്ക് അവിടെ കോളേജിൻ്റെ കാര്യത്തിൽ നമുക്ക് പറ്റില്ല എന്ന് പറയാനും പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. നന്ദി. നമ്മുടെ സമയപരിധി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ എഴുതി തരിക, നമ്മൾ ആ വിഷയങ്ങൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്തായാലും വളരെ കടുത്ത പ്രതിസന്ധി, വളരെ താരതമ്യേന ചെറിയ പ്രായത്തിൽ തന്നെ അപ്രതീക്ഷിതമായി വന്ന ഒരു വലിയ പ്രതിസന്ധിയെ സധൈര്യം നേരിട്ട ഒരു പറ്റം വിദ്യാർത്ഥികളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. നിങ്ങൾ ഈ ഒരു പ്രതിസന്ധിക്കിടയിലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ നിങ്ങളുടെ വിഷയങ്ങൾ വളരെ സമൃദ്ധമായി തന്നെ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളെല്ലാം ഇവിടെ അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നെനിക്ക് തീർച്ചയായിട്ടും അറിയാം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും അവസരം കിട്ടിയിട്ടില്ല. സമയപരിമിതിയുണ്ട്, ഇത് കൺക്ലൂഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അവസരം കിട്ടിയ ബാക്കിയുള്ള ആളുകൾ അത് ദയവായി ഒന്ന് എഴുതി ഇവിടെ ഹെൽപ്പ് ഡെസ്കിനെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും. എന്തായാലും സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പേര് ജെനി. ഞാൻ സ്റ്റെഫാൻ ഗെസ്കി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് വെറ്റിനറി മെഡിസിൻ ലിവീവിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാനാ ഇവിടെ വെറ്റിനറി സ്റ്റുഡൻ്റ് ആണ്, സെക്കൻഡ് ഇയർ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ MBBS സ്റ്റുഡൻസിനെ പോലെ തന്നെയാണ് ഞങ്ങൾ വെറ്റിനറി സ്റ്റുഡൻസും. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഇനി പറ്റില്ല. ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ഞങ്ങൾക്കും ഇല്ല. ഞങ്ങൾക്കും ഇവിടെ ഏതെങ്കിലും വെറ്റിനറി യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ വേണമെന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണ് എന്തായാലും അഡ്മിഷൻ കിട്ടുള്ളൂ എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും ആക്കി തരണം എന്നുണ്ട്. അത് ഇൻട്രസ്റ്റ് ഇല്ലാതെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തരണം. അതല്ല ഇവിടെ ഇപ്പോൾ 10 കോടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് അതിൻ്റെ പകുതി ഫീസ് ഞങ്ങൾ അടയ്ക്കാം, പകുതി ഫീസ് ഗവൺമെൻറ് അടയ്ക്കണം എന്നുണ്ട്. അങ്ങനെ പറ്റുമെങ്കിൽ ചെയ്യുക. കഴിഞ്ഞില്ലേ? പിന്നെ ഞങ്ങൾ ലിവീവിൽ മാത്രമല്ല കാർക്കീവിൽ നിന്നും സുമിയിൽ നിന്നും ഒക്കെ ഉള്ള വെറ്റിനറി സ്റ്റുഡൻസ് ഏകദേശം 10 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ആകെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള 50 സ്റ്റുഡൻസേ ഉള്ളൂ. 10 പേരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മീറ്റിങ്ങിന്. ബാക്കി എല്ലാവരും ദൂരത്തുനിന്ന്, അവരെല്ലാവരും ഓൺലൈൻ മീറ്റിങ്ങിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്രാക്ടീസിനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു വെറ്റിനറി ഹോസ്പിറ്റൽസിൽ പ്രാക്ടീസിലായിട്ട് അവരവരുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ പ്രാക്ടീസ് വേണമെന്നുണ്ട്. പിന്നെ ഈ പ്രാക്ടീസ് കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ വന്ന് പറഞ്ഞതാണ് ഇതേ കാര്യങ്ങൾ. ആ സാറിന് ലിസ്റ്റൊക്കെ ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല, അതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. പിന്നെ ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ പ്രാക്ടീസ് ഇവിടെ കിട്ടുവാണെങ്കിൽ അതിലൊരു സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്നുണ്ട്.
ഓക്കെ, ബാക്കി വിഷയങ്ങൾ ദയവായി എഴുതി നൽകുക. സമയപരിമിതി നമ്മളെ ഇതിന് അനുവദിക്കുന്നില്ല. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വളരെ ഗൗരവത്തോടുകൂടി തന്നെ നോർക്കയും ബഹുമാനപ്പെട്ട കേരള സർക്കാരും പരിഗണിക്കുന്നതാണ്. ഈ നിങ്ങളുടെ ഈ ഒരു ചർച്ചയ്ക്ക് മറുപടി പറയുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ നോർക്ക റൂട്ട്സിൻ്റെ ആദരണീയനായ പ്രസിഡന്റ്, വൈസ് ചെയർമാൻ, അതോടൊപ്പം കേരളത്തിൻ്റെ മുൻ സ്പീക്കറുമായ ബഹുമാനപ്പെട്ട പി ശ്രീരാമകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. All specific questions will be covered by Honorable Principal Secretary Suman Villa. First of all, let me express my gratitude to Abarna and party for having such a wonderful presentation here. When they are making their presentation, they were trying to convince us, even like me as a layman, about the academy, even about the academic process which is going on in Ukraine. Thank you, Aparna and party. പിന്നെ നിങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ ഉത്തരം പറയാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഒരു കാര്യം, നമ്പർ 1, ഇത് ഉക്രൈനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നം പരിശോധിക്കാൻ വേണ്ടിയുള്ള യോഗമാണോ? അല്ല. ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് മടങ്ങേണ്ടി വരുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനുള്ള, അത് വെറ്ററിനറി ആയാലും നഴ്സസ് ആയാലും ഉള്ള മീറ്റിംഗാണിത്. നമ്പർ 2, നിങ്ങളോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട് ചില ആളുകളെന്ന് പറയുന്നു. കേരള ഗവൺമെൻറ് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളെ വിളിച്ച് ചോദിക്കുന്നത്. അശ്വമുഖത്തിൽ നിന്ന് നേരിട്ട് അനുഭവങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. മറ്റാരോടുമല്ല, നിങ്ങളോട് നേരിട്ട് ചോദിക്കാനുള്ള നീക്കമാണിത്. ഡിസ്ക്രിമിനേഷൻ ഇല്ല. മാത്രമല്ല, ഇത്തരമൊരു മീറ്റിംഗ് കൊണ്ടുണ്ടായത്, ഇത് ലോകം മുഴുവനുള്ള ആളുകൾ കണ്ടു, ഓൺലൈൻ വഴി എല്ലാ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാവരും കേരളം മുഴുവൻ കണ്ടു, ലോകം മുഴുവൻ കണ്ടു. അത് പ്രധാനമാണെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലൊരു മീറ്റിംഗായിട്ടിത് മാറി. ആ നിലയിൽ ഇത് പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 3, നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസം തുടരാൻ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ ആരായാം. പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം പോസിറ്റീവായിട്ടാണ് സർക്കാർ കാണുക, സർക്കാരിനെ അറിയിക്കുക. ഇവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളെല്ലാം തീർച്ചയായിട്ടും നോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് കൈമാറും. പക്ഷേ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരവും സമ്മതവും കൂടാതെ നമുക്ക് മെഡിക്കൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നതൊരു വസ്തുതയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് കണ്ണൂരിലൊരു മെഡിക്കൽ കോളേജായിരുന്നു. ഒരു വർഷം മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമില്ലാത്ത സമയത്ത് കുട്ടികളെ പ്രവേശിപ്പിച്ചു. ആ കുട്ടികളുടെ പഠനം മുടങ്ങിപ്പോയി. അവരെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കേരള നിയമസഭ ഏകകണ്ഠേന ഒരു നിയമം പാസ്സാക്കി. പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നിട്ടാണ് നിയമം പാസ്സാക്കിയത്. പക്ഷേ അത് സുപ്രീം കോടതി ക്വോഷ് ചെയ്തു. സുപ്രീം കോടതി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികളായുള്ള അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങിപ്പോയി. കാരണം NMCയുടെ പിന്തുണയില്ലാതെ, സമ്മതമില്ലാതെ കോഴ്സ് നടത്തിയെന്നുള്ള പ്രശ്നമായിരുന്നു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം തുടരാം. തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് അയച്ച കത്തിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയധികം വിദ്യാർത്ഥികളുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇക്കാര്യം ഒരു തീരുമാനം പറയാൻ സാധിക്കും. അത്തരമൊരു തീരുമാനം കിട്ടാതെ മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഇനി അവർക്ക് പ്രത്യേക അനുവാദം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഇറസ്പോൺസിബിളായിട്ടൊരു പത്രസമ്മേളനം നടത്താൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയും അതിൻ്റെ മറുപടിക്ക് ശേഷം നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും സാധ്യമായിട്ടൊരു കാര്യം. ഏതായാലും നിങ്ങൾ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ, ലോണിൻ്റെ, ഫീസ് സ്ട്രക്ചറിൻ്റെ, ഇതെല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെല്ല് നമ്മൾ ഇന്നലെ CMDയിൽ ആരംഭിച്ചിട്ടുണ്ട്. 6 മാസക്കാലം അത് പ്രവർത്തിക്കും.
അവിടേക്ക് നിങ്ങൾക്ക് ഇനിയും ബന്ധപ്പെടാം. തുടർച്ചയായിട്ടുള്ള ആ ഇടപെടലുകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കി ശ്രീ സുമൻവിൽ IAS സംസാരിക്കും. Thank you. To begin with, I want to thank all of you for coming here and even those who have joined online. Because നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാവുന്നത്, and we also understand the issues and the emotion that you face. So the first thing that I want to start with is this issue of discrimination. You should never allow yourself to think and feel that you're discriminated against. You're all our children. You're all the children of Kerala. So nobody can tell you you're second rate, you're second category. There is nothing like that. And you should hold your head up. You have done, you have got a seat abroad, you have gone to study. The war is not your doing, you have come back. So it is not, you are in no way personally responsible. Neither are you, is it a reflection on your ability. So angane orikkalum chinthikkan paadilla namakku. You should always hold your head up high, and always please be assured, like the Vice Chairman has said, that the government is fully behind you to support you. Now, rendavathu karyam is about safety assessment. It is not our case that we want to send you back into Ukraine unless the situation is fully under control. Because oru pravasham we have seen what it means and how difficult it was to bring you back, and we are not at all keen to send you back again there without having adequate safety assurance for you to continue your education. The third is that from what we have heard, several of you are not keen on taking a transfer to other countries, neighboring countries of Ukraine, to continue your studies. And most of you are keen to continue your education in India. Now, on the issue of education, we will have to, as I had said earlier, we also have certain limitations. There are certain rules, there are certain frameworks which we need to look at. West Bengal, there are less than 500 students. For us in Kerala, there are almost 4,000 students. So we will have to look at it from a demand and supply perspective and see as to how we have to do. Second, we also have to comply with the rules that Medical Council of India has laid down. So namakku, the idea is not to make an announcement, the idea is not to create political capital. What we need to do is to see as to how we can resolve this issue on a sustainable basis. The Joint Director Medical Education is here, and she will explain to you what are the issues that actually are there for us and how do we overcome them. Actually, whatever it is, we are keen to ensure that all of you do not lose any time and all of you continue with your education. Third, some students have spoken to us about other courses. There are veterinarians, there are nursing students. So please be assured that we are also fully committed to your cause as well. But one thing that you need to do is please log into the portal, register yourself and tell us what your concerns are. Because if you are not there, then it is very difficult for us to track you down. So please log in and please let us know as to what your concerns are. Then one issue was about this visa fee for those whose TRs have been lost. We will take it up with the Ministry of External Affairs. We will certainly write to them, and we will urge them to take it up with the government of Ukraine to see if a new visa can be issued in lieu of the old TR. I am sure it is there in the database, or at least without having to pay fee the second time around. Again, this issue of fee payment is something that has been raised. That also we will consult with the MEA, because it is a chicken and egg question. Because if you pay the fees and you're not able to continue with your education, that is money wasted. So we will need to take a considered opinion on how adengane cheyana annullathu namakkonnu nokkittu cheyanam. Pinne ee certificates and marks list annulladana. Idil rendu karyangalanu ullathu. One are the certificates that you have earned while you were in India. So those are things that we will issue instructions to all the
bodies, whether it is the universities or whoever is issued the certificate to you and the marks list within Kerala, to ensure that duplicate copies may be made available to you under special consideration as and when you apply. But for those certificates which are there in Ukraine, we are already talking to the Ministry of External Affairs. We will try and see as to how we can structure. So that is something that they are also in touch with the Ministry of Education there, and they are also in touch with some universities. We are not getting any clear answers, but that is something that we are taking up. One issue that was also raised was about observer status. This is something that we do not have in India, so this is a new framework. So this has also been discussed earlier in the meeting that the Honorable Chief Secretary had held, and that is, we will also closely study what the West Bengal model is, and if it is possible, we will try to definitely create a framework for you. So, enikku parayanullathu, there are several other issues which may not have been raised. Whatever are the issues that have been raised have all been taken down. We have noted them down. If there are any issues which have not been listed, please email to us, and please be assured that we will take all of them with the due seriousness that is required. There is a grievance cell, so please come back to us. We will take them up. So, എന്ത് വേണമെങ്കിലും നമ്മൾ ഗവൺമെൻറ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് കുറേ പരിമിതികളുണ്ട്. we don't know what is the absorption capacity of the colleges yet. So we will have to assess that, and whether how many people can be assessed and how many can we be able to accommodate. These are all not issues of emotion. These are all issues which are pure mathematics. നമുക്ക് ഉള്ളത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് പരമാവധി ശ്രമിക്കാം. That is something that we are committed to doing. So please be assured that we are fully behind you. And I will now request my colleague from medical education to clarify some of the issues that pertain to her. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ ഒരുപാട് പ്രശ്നങ്ങളും നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. അത് ഞങ്ങൾ അതേ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയുടെ ഡീറ്റെയിൽസിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഒന്നുകൂടെ നാഷണൽ മെഡിക്കൽ കമ്മീഷനെ അറിയിക്കും. അപ്പോൾ വെസ്റ്റ് ബംഗാൾ മോഡലിൽ നിങ്ങളെ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലായത് നിങ്ങൾ പല ഇയറിലായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇനിയും ഡിസ്കഷൻ ആവശ്യമുണ്ട്. ഗവൺമെൻറ് തലത്തിലും മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ലെവലിലും പല ചർച്ചകളൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പുറകിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കും. ഇന്ന് ഈ ചർച്ചയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സമ്മപ്പ് ചെയ്യുന്നതിന് മുമ്പ് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ ഈ പോർട്ടൽ വഴി നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ സാധ്യമായിട്ടുള്ളത് ഇൻക്ലൂഡിങ് നാഷണൽ ബാങ്കിങ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എൻറ്റിറ്റി വഴി നമുക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. രണ്ടാമതൊരു കാര്യം, പോർട്ടലിൽ വന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. ആ കൗൺസിലിങ്ങിൻ്റെ കാര്യവും നമുക്ക് തീർച്ചയായിട്ട് എടുക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഈ ജനറൽ പോളിസി ഡിസിഷൻസ് അല്ലാത്ത കാര്യങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പോർട്ടൽ വഴി നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുക. ആ പോർട്ടൽ വഴി അറിയിക്കുന്ന വിവരങ്ങൾ നമ്മൾ അതത് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി വിത്തിൻ ദ സ്റ്റേറ്റിലും അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടേക്കപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലും നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് പ്രധാനമായിട്ടും ഉള്ളത്. പ്ലീസ് കീപ്പ് ഇൻ ടച്ച്, സ്റ്റേ വിത്ത് us. We are with you. We are always with you. Thank you. ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഇവിടെ എത്തിച്ചേർന്ന രക്ഷകർത്താക്കൾക്ക് ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞ വിഷയങ്ങൾ പുറമേ എന്തെങ്കിലും പറയുവാനോ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ ഉണ്ടെങ്കിൽ ഹാളിന് മുന്നിലായിട്ട് രജിസ്ട്രേഷൻ ഡെസ്കിൽ എഴുതി നൽകാവുന്നതാണ്. അത് തീർച്ചയായും നോട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, തിരികെ എത്തിയ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ അറിയിക്കുന്നതിനായിട്ടൊരു ഹെൽപ്പ് ഡെസ്ക്
ഇന്നലെ ബഹുമാനപ്പെട്ട നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ സർ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. പ്രസ്തുത സെല്ലിൽ ബന്ധപ്പെടേണ്ട മെയിൽ ID ഇതാണ്: ukrainestudents22@gmail.com. ഐ റിപ്പീറ്റ്, ukrainestudents22@gmail.com. അതിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. കൂടാതെ ഓഫീസ് അവേഴ്സിൽ ബന്ധപ്പെടേണ്ട ലാൻഡ് ലൈൻ നമ്പർ ഇതാണ്: 0471-232-9738. 0471-232-9738. മൊബൈൽ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പർ ഇതാണ്: 8590602797. ഒരിക്കൽ കൂടി പറയാം: 8590602797. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ശ്രീ അജിത് കൊല്ലശ്ശേരി അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സർ, പ്ലീസ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, ഉക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ വിദ്യാർത്ഥികളുടെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരുമായി സംവദിക്കുന്നതിനുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ യോഗം ഇവിടെ വിളിച്ചു കൂട്ടിയത്. ഈ യോഗത്തിന് നേതൃത്വം നൽകിയത് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച നോർക്കയുടെ റെസിഡന്റ് വൈസ് ചെയർമാൻ, മുൻ കേരള നിയമസഭയുടെ മുൻ സ്പീക്കറുമായ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ സർ, അതുപോലെ തന്നെ പ്രവാസികാര്യ വകുപ്പിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയായ സുമൻ ബില്ല സർ, നോർക്കയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി, അതുപോലെ ജോയിൻറ്റ് DME ഡോക്ടർ ബിൻസി എന്നിവരോടുള്ള ഔപചാരികമായ നന്ദി ഈ തരുണത്തിൽ പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ, ഏകദേശം 500-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നു. അതിലേറെ പേർ, ഏകദേശം 1000-ലധികം വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളിവിടെ അവതരിപ്പിച്ചു, അത് സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. എല്ലാ വിദ്യാർത്ഥികളോടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഉള്ള നോർക്കയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം അവരുടെ മാതാപിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടും സംസ്ഥാന സർക്കാരിൻ്റെയും നോർക്ക റൂട്ട്സിൻ്റെയും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഇവിടെ ഏകോപിപ്പിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായൊരു സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് CDIT ആണ്. അതുപോലെ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച വോളണ്ടിയർമാർ, ഈ പരിപാടി കവർ ചെയ്ത ദൃശ്യമാധ്യമ പ്രവർത്തകർ, അതോടൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച നോർക്ക റൂട്ട്സിലെ ജീവനക്കാർ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കാര്യപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി.